പരിഭാഷക എന്ന നിലയിൽ പ്രശസ്തയാണ് കബനി. ബംഗാരി മാതായി എഴുതിയ തലകുനിക്കാതെ എന്ന ആത്മകഥ, പി ഷൺമുഖം എഴുതിയ വാച്ചാത്തി സമരങ്ങളാണ് പ്രഭാഷണത്തിന് ഈ വേദിയിൽ പതനത്തിൻ്റെ വെല്ലുവിളികൾ എന്ന ഈ സെഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ശ്രീമതി ആശാലതയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 25-ൽ അധികം പുസ്തകങ്ങൾ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഷാഫി ചെറുമാവിലായി. കണ്ണൂർ സ്വദേശിയായ ഷാഫി കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നു. ഈ സെഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ശ്രീ ഷാഫിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. സാഹിത്യ വിമർശനത്തിലെ പ്രശ്നങ്ങൾ എന്ന ഒരു വലിയ ടോപ്പിക് ആണ് എനിക്ക് ഇന്ന് അധ്യക്ഷത വഹിക്കാനായി കിട്ടിയിട്ടുള്ളത്. ഇപ്പം മലയാളിയും വിവർത്തനവും തമ്മിലുള്ള ബന്ധം എന്നതിനെക്കുറിച്ച് സംസാരിക്കാവും ഏറ്റവും ഉചിതം. ഞാനൊരു ചെറിയൊരു ഇൻട്രഡക്ഷൻ കൊടുത്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൂടെ ഇരിക്കുന്ന പാനലിലിരിക്കുന്ന അവരൊക്കെ പല മേഖലകളിൽ നിന്നുള്ള പല ഭാഷകളിൽ നിന്നുള്ള അതും ഒരുപാട് വർഷങ്ങളായി വിവർത്തനം ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, വിവർത്തനത്തെക്കുറിച്ച് നമ്മൾ സാധാരണ പറയുമ്പം നോൺ ലിറ്റററി, ലിറ്റററി എന്നുള്ള ഒരു ബൈനറിയിലേക്ക് ഒതുക്കിക്കളയും. പക്ഷേ ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കായാലും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കായാലും തമിഴിൽ നിന്ന് മലയാളത്തിലേക്കായാലും തിരിച്ചായാലും പ്രശ്നങ്ങളൊന്നല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇത് ഏത് വിപണിയാണല്ലോ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് വിപണിയിലേക്കാണ്, ഏത് ഭാഷയിലേക്കാണ്, ഏത് പബ്ലിഷറാണ് എന്നൊക്കെ ഉള്ളതിനനുസരിച്ച് എന്താണ് റിസപ്ഷൻ, എന്താണ് വിവർത്തകർക്കുള്ള സ്ഥാനം, അത് വിവർത്തകർക്ക് ഏജൻസി അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ, വിവർത്തകർ എന്തൊക്കെ നിരാസങ്ങളാണ് നമ്മൾ വിവർത്തനത്തിലും അല്ലെ വിവർത്തകർ എന്ന രീതിയിലും അനുഭവിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ പറയാവും ഉചിതം എന്ന് കരുതുന്നു. കാരണം ഇംഗ്ലീഷിലേക്കുള്ള വിവർത്തനത്തെക്കുറിച്ച് ഞാൻ അധികം പറയുന്നത്, ഞാൻ കാരണം ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷിലേക്കുള്ള വിവർത്തനങ്ങളാണ്. അപ്പോൾ അതിൽ കുറേയൊക്കെ ട്രാൻസ്പാരൻസി, പബ്ലിഷിങ്ങിൽ കുറേയൊക്കെ ട്രാൻസ്പാരൻസി ഉള്ളത് കൊണ്ടും വലിയ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരിക്കൽ ബ്രേക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളല്ല, അതിൻ്റെ പ്രശ്നങ്ങൾ വേറെയാണ്. കാരണം അതിൻ്റെ വിപണി വേറെയാണ്, അതിൻ്റെ വായനക്കാർ വേറെയാണ് എന്നൊക്കെ ഉള്ളതിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം ഇതിൽ മിക്കവരും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തവരാണ്. പിന്നെ തിരിച്ച് മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് ചെയ്തതും ഉണ്ട്, ഇപ്പം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ. അപ്പോൾ അതുകൊണ്ട് നമ്മളെങ്ങനെയാണ് വിവർത്തനത്തിനെ കാണുന്നത് എന്നും മലയാളി എങ്ങനെയാണ് വിവർത്തനത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നും എങ്ങനെയാണ് വിവർത്തനത്തിനെ കാണുന്നത് എന്നുള്ളതും കൂടി ഒന്ന് സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് കരുതുന്നു. കാരണം മലയാളികൾ തീർച്ചയായും മലയാളി വായനാ മനുഷ്യൻ എന്ന് അഹങ്കരിക്കുന്നതാണ്, ആഗോള മനുഷ്യൻ എന്ന് അഹങ്കരിക്കുന്നതാണ്. അത്ര തന്നെ പക്ഷെ നമ്മൾ അഹങ്കരിക്കാത്തവരാണ്. അതെങ്ങനെ ഉണ്ടായി ഈ ആഗോള മനുഷ്യൻ? അല്ലെങ്കിൽ നമ്മൾ വളരെ പാരമ്പര്യ മൂല്യങ്ങൾ അധിഷ്ഠിതമായി, പലപ്പോഴും സവർണ ബോധ്യങ്ങൾ അനുഷ്ഠിതമായി അതിൽ പൂണ്ട് കിടക്കുകയാണ്. നമ്മൾ പാരമ്പര്യവാദികളാണ് ഒരേ സമയം. അതേസമയം നമ്മൾ ദേശകാല അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് ചിന്തിക്കാൻ കഴിവുള്ള ആഗോള മനുഷ്യരും കൂടിയാണ്. ഈ ആഗോള മനുഷ്യൻ എന്നുള്ള വിവജ്ഞ നമുക്ക് വന്നത് തീർച്ചയായും വായനയിലൂടെയാണ്. അതിൻ്റെ കൂടെ തന്നെ തീർച്ചയായും വിവർത്തന വായനകളിലൂടെയാണ്. പക്ഷേ ഇതിൽ ഒരുപാട് ഈ വിവർത്തന വായനയെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ, വിവർത്തനം എന്നതിനെ നമ്മൾ എത്രത്തോളം അംഗീകരിക്കും? നമ്മളതിന് സ്വീകരിച്ചു. ഇപ്പം നമ്മൾ മാർക്കേസിനെ മലയാളിയാക്കിയതുപോലെ നമ്മളങ്ങ് മലയാളത്തിലേക്ക് സ്വീകരിച്ചു. പക്ഷേ ഈ മലയാളത്തിൽ സ്വീകരിച്ച് വരുന്ന വഴിയിൽ ഒരു മീഡിയേറ്റർ ഉണ്ട് എന്നതും വിവർത്തനം എന്നത് തന്നെ ഈ പ്രക്രിയ എന്നതിനെ കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കാറില്ല. വിവർത്തകർ എന്നുള്ള പലപ്പോഴും മലയാളം പബ്ലിഷിങ്ങിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇപ്പം കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. വിവർത്തകരുടെ പേര് പോലും ചിലപ്പോൾ ഫ്രണ്ട് പേജിൽ വെക്കാൻ മടിയുള്ള, മുമ്പ് ഇംഗ്ലീഷിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നാഷണൽ പബ്ലിഷേഴ്സിൻ്റെ കാര്യത്തിൽ കുറേ വ്യത്യാസമുണ്ട്. പക്ഷെ അമേരിക്കയിൽ നിങ്ങൾ ചിലപ്പോൾ വിവർത്തനത്തിൽ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ വായിച്ചിട്ടുണ്ടാവും, ജെന്നി ക്രോഫ്റ്റ് വിഖ്യാത വിവർത്തക ഒരു ഓപ്പൺ ലെറ്റർ പബ്ലിഷ് ചെയ്തിരുന്നു വിവർത്തനത്തിലെ നിരാസങ്ങളെക്കുറിച്ചും വിവർത്തകരുടെ ഇൻവിസിബിലിറ്റിയെക്കുറിച്ചും. ഇൻവിസിബിലിറ്റി എന്ന് നമ്മളൊരു തിയററ്റിക്കൽ പറയല്ല, വിവർത്തകറിനുള്ള ഒരു ഏജന്റിനെ, വിവർത്തകർ എന്ന ഏജന്റുകളെ കംപ്ലീറ്റ്ലി നിരാശിച്ചുകൊണ്ട് പേര് പോലും പലപ്പോഴും ഫ്രണ്ട് പേജിൽ വെക്കാതെ അങ്ങനെയുള്ള ട്രാൻസ്ലേഷനിൽ ഏറ്റവും കുറവ് വിപണി മൂല്യമുള്ള US പബ്ലിഷിംഗ് സീനിനെ കുറിച്ച് ജെന്നി ക്രോഫ്റ്റ് ഒരു ഓപ്പൺ ലെറ്റർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിഗ്നറ്ററീസ്, ഒരുപാട് ലോക
ലോകത്തുള്ള പല കോണുകളിലുള്ള വിവർത്തകരും അതിനോട് സഹകരിച്ചുകൊണ്ട് സിഗ്നേറ്ററികളായി നിന്നിട്ടുണ്ട്. അപ്പോൾ അത് അവിടെയൊക്കെ ഉണ്ട്. മോണോ കൾച്ചറലായിട്ടുള്ള കൾച്ചേഴ്സിൽ, വായനാ സമൂഹങ്ങളിൽ, വായനാ സംസ്കാരങ്ങളിൽ വിവർത്തനത്തിന് തന്നെ വിലയില്ലാത്തത് കൊണ്ട് വിവർത്തകർ എന്നുള്ളത് തീർച്ചയായും ഒരു വിലയും കിട്ടാത്തതാണ്. പക്ഷെ അതേസമയം നമ്മൾ വിവർത്തനാധിഷ്ഠിതമായ ഒരു സമൂഹമാണ്. വിവർത്തനം കൊണ്ടാണ് നമ്മളുടെ ഭാവന, നമ്മളുടെ പൊതുവൈജ്ഞാനിക മണ്ഡലം, സാംസ്കാരിക മണ്ഡലം, രാഷ്ട്രീയ മണ്ഡലം, നമ്മളുടെ ചിന്ത, പല കാലങ്ങളിൽ നമുക്ക് വന്ന ഭാവുകത്വ മാറ്റങ്ങൾ, അത് സാഹിത്യ ഭാവുകത്വം ആയാലും അതല്ലാതെ ആയാലും അങ്ങനെ എങ്ങനെ വന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്തത് വിവർത്തനം കൂടിയാണ്. പക്ഷെ നമുക്കതിനെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടും കൂടിയാണ്. കാരണം ഇപ്പൊ ഈ ദൃശ്യതയെക്കുറിച്ച് ഇപ്പോൾ പറയും, വിവർത്തകർക്ക് ഒരുപാട് ദൃശ്യത ഉണ്ട് എന്ന് പറയും. പക്ഷെ വിവർത്തനത്തെ കുറിച്ചിട്ടുള്ള വിവർത്തനത്തിൽ നമ്മൾ വിവർത്തനത്തെ കുറിച്ച് നോക്കുമ്പോൾ ദൃശ്യതയിൽ തന്നെ അദൃശ്യത ഉണ്ട്. ദൃശ്യത ടെക്സ്റ്റുകൾക്കുണ്ട്. വിവർത്തനം വരുന്നോട് ഇപ്പൊ ഇംഗ്ലീഷിലേക്ക് ഒരു ടെക്സ്റ്റ് പോവുകയാണെങ്കിൽ, മുകുന്ദേട്ടന്റെ ടെക്സ്റ്റ് ഡൽഹി കഥകൾ 2012 വന്നതാണ്. പക്ഷെ അതിന് വീണ്ടും ഒരു ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുമ്പോൾ വീണ്ടും പുതിയ നവവായന ലോകം, പുതിയ റിവ്യൂകൾ, പുതിയ ഒരു റീജനറേറ്റീവ് ഇഫക്റ്റ് ആണ്, ജനറേറ്റീവ് ഇഫക്റ്റ് ആണ്. എന്തായാലും തീർച്ചയായും എന്തായാലും ഒരു വീണ്ടെടുപ്പ് കൂടിയാണ്. പുതിയൊരു വായനാ സമൂഹത്തെ കിട്ടുന്നു, ടെക്സ്റ്റിനെ തന്നെ വീണ്ടെടുക്കുന്നു. അങ്ങനെ ഒരു ആഫ്റ്റർ ലൈഫ് ആ ടെക്സ്റ്റിന് കിട്ടുന്നുണ്ട് വിവർത്തനത്തിലൂടെ. പക്ഷെ പലപ്പോഴും വിവർത്തനത്തിലൂടെ ഈ ആഫ്റ്റർ ലൈഫ് കിട്ടുന്നത് എന്നുള്ളത് അംഗീകരിച്ച് കിട്ടാൻ, വിവർത്തകർക്ക് അംഗീകരിച്ച് കിട്ടാൻ കുറെ ബുദ്ധിമുട്ടാണ്. ഇറേഷർ അവര് ഭയങ്കരമായിട്ട് ഇറേഷർ ഉണ്ടാവും. കാരണം വിസിബിലിറ്റി ഉണ്ടെങ്കിൽ ഒരേ സമയം വിസിബിലിറ്റി, ടെക്സ്റ്റിനും ഓതറിനും വിസിബിലിറ്റി കിട്ടും. നമുക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിസിബിലിറ്റി കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ ഈ ലിറ്റററി ഫെസ്റ്റിവലും അവാർഡ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് മറ്റാർക്കും വിലയില്ലെങ്കിലും നമുക്ക് അവാർഡുകളുടെ പിന്നിലുള്ള അതിന്റെ രാഷ്ട്രീയം എന്ത് തന്നെ ആയിക്കോട്ടെ, വിവർത്തകർക്ക് തീർച്ചയായും അവാർഡുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വിവർത്തനത്തെ കുറിച്ച് സംസാരിക്കാൻ പോലും വേദിയില്ലാത്ത ഒരു കാലത്താണ്, ഒരു 5-8 വർഷം മുമ്പ് മുതലാണ് മലയാളത്തിലേക്ക് ഒരുപാട് അവാർഡുകൾ വരുന്നത്. അപ്പൊ ആ രീതിയിൽ വിവർത്തകർക്ക് അവാർഡുകൾ ഇമ്പോർട്ടൻ്റ് ആണ് തീർച്ചയായും. കാരണം വേദി കിട്ടും സംസാരിക്കാൻ. അല്ലെങ്കിൽ വിവർത്തകർക്ക് ടെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ പാലം കടക്കോണം നാരായണ ലൈനായി പോവാതിരിക്കാൻ വേണ്ടി വിവർത്തകർക്ക് വീണ്ടും ഒരു വിസിബിലിറ്റി കിട്ടാന്നുള്ളത് കൂടി അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ളൊരു വേദി ഒരുക്കുന്നത് എന്നുള്ളതാണ് ലിറ്റററി ഫെസ്റ്റിന്. ഇപ്പം മുമ്പൊക്കെ ഞാനൊരു 5-8 വർഷം തുടക്കകാലത്ത് പലപ്പോഴും വിവർത്തക എന്ന രീതിയിൽ വിവർത്തനത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള വേദികൾ പലപ്പോഴും പങ്കിട്ടത് ഞാൻ ഒരാളും ബാക്കിയൊക്കെ എഴുത്തുകാരുമായിരിക്കും. അപ്പോൾ വിവർത്തനത്തെ കുറിച്ചിട്ടുള്ള സെഷൻ ആയിരിക്കും, പക്ഷേ എഴുത്തുകാരായിരിക്കും അതിൽ നിൽക്കുക. വിവർത്തകരായി 1-2 ഉണ്ടെങ്കിൽ ഭാഗ്യം. അപ്പൊ ഇപ്പോഴാണ് ഇതൊക്കെയാണ് സത്യത്തിൽ വിവർത്തകർ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പാനൽ. പല മേഖലകളിൽ നിന്നുള്ള പല ഭാഷകളിൽ നിന്നുള്ള വിവർത്തനം ചെയ്യുന്ന ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രോളിഫിക് ആയിട്ടുള്ള വിവർത്തകരുടെ കൂടെ ഇരിക്കാനുള്ള അങ്ങനെ ഒരു വേദി പോലും സാഹിത്യ ഫെസ്റ്റിവൽസ് ആണ് കിട്ടുന്നത്. അതൊരു മാറ്റം തന്നെയാണ്, ഒരു വലിയൊരു മാറ്റം തന്നെയാണ് 5-6 വർഷത്തിനിടയിലുള്ള. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ ആഗോള മനുഷ്യർ എന്നുള്ളത് വരുന്നത് കലർപ്പുകൊണ്ടുണ്ടായി വന്നതാണ് മലയാളി. പക്ഷെ മലയാളിയുടെ സാഹിത്യ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ വിവർത്തനത്തെ കുറിച്ചിട്ടുള്ള വിവർത്തനം അതിന് രേഖപ്പെടുത്താതെ പോവാണ്. എല്ലാ സാഹിത്യ ചരിത്രങ്ങളും അപൂർണമാണ് തീർച്ചയായും. പക്ഷെ വിവർത്തനം രേഖപ്പെടുത്താത്ത, അല്ലെ വിവർത്തനങ്ങളിലൂടെ സാഹിത്യം ഉരുത്തിരിഞ്ഞു വന്നത് തീർച്ചയായും രേഖപ്പെടുത്താത്ത പോയ സാഹിത്യ ചരിത്രം എന്ന് പറഞ്ഞാൽ നിരാസങ്ങളുടെ സാഹിത്യ ചരിത്രം തന്നെയാണ്. അതൊരിക്കലും അമ്പേ അപൂർണം എന്നേ കണക്കാക്കാൻ പറ്റുള്ളൂ നമുക്കപ്പോൾ. അതുകൊണ്ട് എന്താണ് നമ്മൾ കലർപ്പാണ് നമ്മൾ എന്നുള്ളതിനെ കുറിച്ച്, കലർപ്പാണ് നമ്മളുടെ തനത് നമുക്ക് പറയാൻ പറ്റും. ഈ കലർപ്പ് വന്നത് തീർച്ചയായും വിവർത്തനത്തിലൂടെയാണ്. ആ വിവർത്തനം നമ്മളാക്കിയ വിവർത്തനത്തെ നമ്മൾ പലപ്പോഴും മറന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചരിത്രമില്ല. ഇപ്പോഴാണ് ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് മാറിയിട്ട് കൂറുമാറി ട്രാൻസ്ലേഷൻ സ്റ്റഡീസിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ വിവർത്തനം പഠിപ്പിക്കാനുള്ള ടെക്സ്റ്റുകൾ വളരെ കുറേ, 13 ടെക്സ്റ്റുകളുണ്ട്, എഡിറ്റഡ് വോള്യൂംസ് ഉണ്ട്. പക്ഷേ മലയാളത്തിൻ്റെ വിവർത്തന ചരിത്രത്തെക്കുറിച്ച് നന്നായി പ്രതിപാദിക്കുന്ന ഒരു ടെക്സ്റ്റ് പോലും, അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഇല്ല. സച്ചിമാഷോട് ഞാൻ പറയുന്നത് മലയാളത്തിൽ നിന്ന് തിരിച്ചും മറിച്ചും വന്നിട്ടുള്ള പുസ്തകങ്ങൾ, അത് ഇന്ത്യൻ ഭാഷകളിലായിക്കോട്ടെ ആഗോള ഭാഷകളിലായിക്കോട്ടെ, ഈ ഭാഷകളിലേക്ക് വന്ന റിപ്പോസിറ്ററി പോലും ഇല്ല. അപ്പോൾ ചിലപ്പോൾ ആദ്യകാലത്തെ 10 നോവലുകൾ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. സാഹിത്യ അക്കാദമിക്കാന്ന് പിന്നെയും ചെയ്യാൻ പറ്റുക, അല്ലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള വലിയ നിരാസങ്ങളുള്ള ഒരു ഏരിയയാണ് വിവർത്തനം എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ അത്രയും നമുക്ക് സമയമുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പൊതുവിൽ എന്താണ് മലയാളത്തിലുള്ളത്. മലയാളത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും വാക്കിന് പൈസ കൊടുത്തുകൊണ്ടിട്ടുള്ള
വാക്കനുസരിച്ച് ഒരു വാക്കിന് പണം എന്നുള്ള രീതിയിൽ വിവർത്തനത്തെ കൂലിത്തൊഴിലാളികളായി കാണുന്ന അല്ലെങ്കിൽ വിവർത്തകരുടെ പേര് മുന്നിൽ വരരുത് എന്ന് പറയുന്നത്, വിവർത്തനം എന്ന് പറയുന്നത് എന്തായാലും സ്വയം പോകുന്നില്ലല്ലോ. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ ഒരാളുണ്ട്, അവരെ അംഗീകരിച്ചേ പറ്റും. അവരുടെ ഏജൻസിക്ക് അനുസരിച്ച് ചിലപ്പം വളരെ ഒരു ടെക്സ്റ്റിന് മാറ്റാൻ പോലും പറ്റും. ഒരു ടെക്സ്റ്റ് നമ്മൾ ഒരു വിവർത്തകർക്ക് എല്ലാവർക്കും അറിയാത്, ടെക്സ്റ്റുകൾ നമ്മൾ വിവർത്തനം ചെയ്യുന്ന സമയത്ത് ആ ടെക്സ്റ്റുകൾ വീണ്ടും എല്ലാ ടെക്സ്റ്റുകളും ഫോർട്ട് ടങ്ങിലല്ലേ സംസാരിക്കുക. എല്ലാ ടെക്സ്റ്റുകൾക്കും 2 നാവുണ്ടല്ലോ, 2ഓ 2-ലധികമോ നാവുണ്ടോ. അപ്പൊ മാനിഫെസ്റ്റ് ടെക്സ്റ്റ് എന്നല്ലാതെ അതിന്റെ അടിയിലുള്ള എത്രയോ സബ് ടെക്സ്റ്റുകൾ നമ്മളോട്, ആ ടെക്സ്റ്റുകൾ നമ്മൾ വിവർത്തകരോട് സംസാരിക്കും. ഒരു എഴുത്തുകാരൻ അനുഭവിച്ച വ്യതകൾ എന്തായിരുന്നു അത് സൃഷ്ടിക്കുന്നതിൽ, അതേ വ്യതകളിലൂടെ തന്നെയാണ് ആ വിവർത്തനം ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മൾ അതിൽ തന്നെ ഇരുന്നു കൊണ്ട് ആ ഭാഷയിൽ അഭിരമിച്ച്, ഭാഷാപരവും സാംസ്കാരികവുമായ മാത്രമല്ല നമ്മളുടെ ആ ടെക്സ്റ്റ് നമ്മളോട് ഇതാക്കി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പേറ്റ് നോവുകളെ കുറിച്ചൊക്കെ വ്യാകുലപ്പെടുന്നവരെ നമ്മളും വിവർത്തകരും പേറ്റ് നോവൊക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് വിവർത്തനം വരുന്നത്. പക്ഷെ പെറ്റ് കഴിഞ്ഞാൽ പലപ്പോഴും മിഡ് വൈഫിന്റെ റോളായി പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം 2 ടെക്സ്റ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വിവർത്തന ടെക്സ്റ്റ്, ഒരു ടെക്സ്റ്റിന്റെ വിവർത്തന ടെക്സ്റ്റിന്റെ 2 ടെക്സ്റ്റുകളും തീർച്ചയായും രക്തബന്ധുക്കളാണ്, ഒരേ രക്തമൊഴുകുന്ന 2 ടെക്സ്റ്റുകളാണ്. അപ്പൊ ഈ ടെക്സ്റ്റുകളെ ഒരു പരിക്കുകളില്ലാതെ അപ്പുറത്തേക്ക് എത്തിക്കുന്ന വിവർത്തകരെയും കൂട്ടി ചേർത്ത് പിടിച്ച് മാത്രമേ ഇനി മലയാള സാഹിത്യത്തിൽ എല്ലാവർക്കും വിവർത്തനം ചെയ്യണം. ഒരു ടെക്സ്റ്റ് എഴുതിയ ആളാണെങ്കിലും പോലും, ഒരു പുസ്തകം വന്ന ആളാണെങ്കിലും പോലും അപ്പൊ തന്നെ മറ്റു വായനാ സമൂഹങ്ങളെ തേടുന്ന എത്രയും പെട്ടെന്ന് തന്നെ വിവർത്തനം ചെയ്യണമെന്ന്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലേക്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ്, എനിക്ക് തിരിച്ചറിയില്ല, ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹമില്ല. സാധാരണ നമുക്കൊരു പണ്ടൊക്കെ ഒരു ഇൻക്യുബേഷൻ ടൈമൊക്കെ ഉണ്ടായിരുന്നല്ലോ, കുറച്ചൊരു ടെക്സ്റ്റ് കുറേ കാലം സാംസ്കാരിക മണ്ഡലത്തിൽ സഞ്ചരിച്ചിട്ട് മാത്രമേ നമ്മളൊരു ടെക്സ്റ്റിലേക്ക് വിവർത്തനത്തിലേക്ക് എത്തുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, പലപ്പോഴും സൈമിൾട്ടേനിയസ് ട്രാൻസ്ലേഷനും അത് എസ്റ്റാബ്ലിഷ്ഡ് ആണെങ്കിൽ, അതല്ലാതെ തന്നെ അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ടെക്സ്റ്റുകൾ നിശ്ചയിക്കുന്നത് ഓതേഴ്സും പബ്ലിഷേഴ്സും ട്രാൻസ്ലേറ്റേഴ്സും സ്വീകരിക്കുന്ന ട്രാൻസ്ലേറ്റേഴ്സും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇത് ഏത് പബ്ലിഷ് ചെയ്യപ്പെടുന്നു, എന്തൊക്കെ പബ്ലിഷ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നിശ്ചയിക്കുന്നത് തീർച്ചയായും നിയോ ലിബറൽ വിപണി കൂടിയാണ്. ഇതൊരു വെറും കേരളത്തിൽ ഒതുങ്ങുന്നതോ ഇന്ത്യയിൽ ഒതുങ്ങുന്നതോ അല്ല, ഒരു ആഗോള ട്രാൻസ്ലേഷണൽ ഡിസ്കോഴ്സിന്റെ ഭാഗമായി ഒരു വിപണിയുടെ ട്രാഫിക്കോടുകൂടി തന്നെയാണ് നമ്മൾ വരുന്നത്. സാധാരണ വിവർത്തനത്തിന് ഒരു സിനനിം എന്ന് പറയുന്നത്, ട്രാൻസ്ലേഷൻ എന്നുള്ളതിന്റെ ഒരു സിനനിം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മളെപ്പോഴും കേൾക്കുന്ന ട്രാൻസ്പോർട്ട് എന്നുള്ള സിനനം. പക്ഷെ ഈ ട്രാൻസ്പോർട്ട് എന്നുള്ള സിനനിന്റെ കൂടെ തന്നെ പല ക്രിട്ടിക്കുകളും ചൂണ്ടിക്കാണിച്ചതുപോലെ ട്രാഫിക്കും കൂടിയുണ്ട്. ഏത് ഭാഷയിൽ നിന്നാണ് ഏറ്റവും അധികം ട്രാഫിക് വരുന്നത് എന്നുള്ള, അല്ലെ ഏത് ഭാഷയിലേക്കാണ്? കേരളത്തിന് എടുത്തു നോക്കാൻ എല്ലാ കാലത്തും ട്രാഫിക് തന്നെയായിരുന്നു നമുക്ക് വിവർത്തനത്തിൽ. നമ്മളുടെ ആഴ്ച പതിപ്പുകൾ ഒരു കാലത്ത് നിലനിന്ന് പോയത് വിവർത്തനം കൊണ്ടായിരുന്നെങ്കിൽ, വിവർത്തന പബ്ലിഷിംഗ് കൊണ്ടായിരുന്നെങ്കിൽ, ഇന്ന് പല പബ്ലിഷേഴ്സും നിലനിന്ന് പോകുന്നത് വിവർത്തനം കൊണ്ട് തന്നെയാണ്. പക്ഷെ അത് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഏറ്റവും പറയാൻ ഏറ്റവും കഴിവുള്ളവർ ഏറ്റവും അതിനെക്കുറിച്ച് വ്യക്തമായി. കാരണം ഞാൻ മലയാളം ഇൻഡസ്ട്രി ആയിട്ടല്ല, മലയാളം പബ്ലിഷേഴ്സുമായിട്ടല്ല എൻ്റെത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇംഗ്ലീഷിലേക്കുള്ളത് കൊണ്ട് ഇവിടെ എന്താണ് മലയാളം പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഇവർ ഓരോരുത്തരും ട്രാൻസ്ലേറ്റേഴ്സ് എന്ന നാൾ വഴിയിൽ അവർ ഓരോരുത്തരും അനുഭവിച്ച ചാലഞ്ചസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഓരോരാൾക്കും ഞാൻ മൈക്ക് കൈമാറുകയാണ്. നമസ്കാരം, എൻ്റെ പേര് കബനി. ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഈ മാസം ഒരു 3 പുസ്തകം കൂടി ഇറങ്ങുകയാണെങ്കിൽ ഞാൻ 45 പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയും. ഞാൻ വളർന്നത് നമ്മളൊക്കെ 80s കുട്ടികളൊക്കെ പോലെ തന്നെ റഷ്യൻ കുട്ടി പുസ്തകങ്ങൾ, ബാലസാഹിത്യം വായിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് റഷ്യയെക്കുറിച്ച് അറിയുന്നത് മുഴുവൻ, അന്ന് USSR അറിയുന്നത് മുഴുവൻ അന്നത്തെ ബാലസാഹിത്യ കൃതികൾ വായിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഒരുപാട് ഗോപാലകൃഷ്ണൻ, ഓമന, അവരൊക്കെ നമ്മൾ വലിയ ട്രിബ്യൂട്ട് കൊടുക്കേണ്ട ആളുകളാണ്. റഷ്യൻ ഭാഷ പഠിച്ച് അതൊന്ന് നേരിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ പാവങ്ങളും അമ്മയും എല്ലാം, അങ്ങനെ നമ്മൾ ട്രാൻസ്ലേഷൻ വായിച്ച് തന്നെയാണ് മലയാളികളിൽ കുറേ മൂല്യങ്ങൾ ഉണ്ടായിട്ടുള്ളതും മറ്റ് സംസ്കാരങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളതും. അപ്പം USSRനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ മഴവിൽ നിറമുള്ള രാജ്യം, അതിൽ ഒരു രത്നമല എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ ഒരു ആമുഖം എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കരിങ്കടൽ തീരത്ത് ആളുകൾ വെയിൽ കായുമ്പോൾ തുന്ദ്ര പ്രദേശത്ത് ശീതക്കാറ്റ് ആഞ്ഞടിക്കും, താഷ്കെറ്റിൽ റോസാ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കും, പരിന്തൽ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കും എന്ന് പറയുന്നുണ്ട്. അത്രയും പിന്നെ വളരെയധികം വ്യത്യസ്തതകളുള്ള ടോപ്പോഗ്രഫി ആയാലും ശരി, സംസ്കാരങ്ങളായാലും ശരി. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ അറിയുന്നത് കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് നമുക്കൊക്കെ ഒരു വലിയ പരിചയമുള്ളത് അതുകൊണ്ടാണ്, ട്രാൻസ്ലേഷൻ കൊണ്ടാണ്. ഞാൻ പിന്നെ പതിയെ ട്രാൻസ്ലേഷനിലേക്ക്, വീട്ടിൽ വായനയുടെ അന്തരീക്ഷം ഉള്ളത് കൊണ്ട് തന്നെ പതിയെ ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മഹാശ്വേത ദേവി ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊണ്ട് നടത്തിയ അവരുടെ ആ പ്രസംഗമാണ് ഞാൻ ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്.
അത് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്കുകൾ തിരഞ്ഞു പോവുക, ആപ്റ്റ് വാക്കുകൾ തിരഞ്ഞെടുക്കുക, ഒന്നുമില്ല. ഒരു അമേച്ചർ കാലഘട്ടം ട്രാൻസ്ലേഷൻ്റെ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമുള്ള വാക്ക് ഞാൻ എടുത്തു വെക്കുമെന്നല്ലാതെ കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പം ആദ്യ കാലഘട്ടത്തിലെല്ലാം ഞാൻ ചെയ്തത് ലേഖനങ്ങളാണ്. രാംകുനിയാനി, കൽപ്പന ശർമ്മ, കാഞ്ചയിലയ്യ. അപ്പം അങ്ങനെയുള്ളൊരു അമേച്ചർ കാലഘട്ടത്തിൻ്റെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വായിക്കാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ സൂക്ഷ്മമായി വായിക്കാൻ സാധ്യതയില്ലാത്ത ഒരുപാട് ലേഖനങ്ങൾ വായിച്ചു, പുസ്തകങ്ങൾ വായിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൈന്യൂട്ട് റീഡിങ് ഓഫ് ദി ടെക്സ്റ്റാണ്. ഏറ്റവും മൈന്യൂട്ട് റീഡിങ് നടത്തുന്നത് ട്രാൻസ്ലേറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു PG എല്ലാം കഴിഞ്ഞ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഫിക്ഷൻ ചെയ്യുന്നത്. അമോസ് ഓസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യിദ്ദിഷ് റൈറ്ററുണ്ട്, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ടു നോ എ വുമൺ എന്ന് പറയുന്ന ഒരു നോവലാണ് ഞാൻ ആദ്യമായിട്ട് DC ബുക്സിന് വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോഴാണ് ശരിക്കും ട്രാൻസ്ലേഷൻ എന്താണ്, ഇതിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ആൻഡ് പെറിൽസ് എന്താണ്, എത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അമോസ് ഓസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജും സിറ്റുവേഷൻസും ഉപയോഗിക്കുന്ന ഒരാളാണ്. ടു നോ എ വുമൺ ഒരു സ്ത്രീയെ അറിയാൻ എന്നുള്ള പേരിലാണ് മലയാളത്തിലുള്ളത്. അതിൽ ഒരു ഇസ്രയേലി ചാരൻ്റെ ആത്മവ്യഥകളും ആത്മസംഘർഷങ്ങളുമാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഒരു 10 പേജ് കഴിയുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി. ഇത് മലയാളത്തിലേക്ക് അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ അതേപോലെ വാക്കുകൾ വന്ന് എങ്ങനെയാണ് നമ്മളിത് ചെയ്യുക എന്നുള്ളത്, ട്രൂ ടു ദി ടെക്സ്റ്റ് ആയിരിക്കണം, അതേസമയം തന്നെ വളരെയധികം ക്ലിഷ്ടമാകരുത്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയണ വാക്കുകൾ, ഗംഭീര വാക്കുകൾ എന്ന് പറയുമ്പോൾ ബൊമ്പാസ്റ്റിക് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതല്ലാതെ എങ്ങനെ ചെയ്യാന്നുള്ളത് എന്നെ ശരിക്കും ബുദ്ധിമുട്ടിച്ചത് ആ പുസ്തകമാണ്. അതിനുശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. പിന്നെ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുള്ളത് എന്നിലെ വിവർത്തക ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവരുത്, ഇങ്ങനെ പടം പൊഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു വാശിയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ജോണറും ചെയ്യാനായിട്ട് നോക്കും. ഞാൻ ഫിക്ഷൻ ചെയ്തു, പോപ്പുലർ ഫിക്ഷൻ ചെയ്തു, അമീഷിൻ്റെ, ശോഭാഡെ, അതുപോലെ തന്നെ ചേതൻ ഭഗത്, അങ്ങനെ നമ്മൾ പറയും പോപ്പുലർ ഫിക്ഷൻ ചെയ്തു, റുഷ്ദിയുടെ ചെയ്തു, പൗലോ കൊയ്ലോൻ്റെ 3 കൃതികൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നോൺ ഫിക്ഷൻ ചെയ്തു, നാടകങ്ങൾ ചെയ്തു. അപ്പോൾ എല്ലാ ജോണറും എല്ലാ രീതികളും ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഒക്കെ നമുക്കതിലുള്ള പല ടെക്സ്റ്റുകളും ആവശ്യപ്പെടുന്നത് പലതരത്തിലുള്ള ലാംഗ്വേജ് ആയിരിക്കും, പലതരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും, പലതരത്തിലുള്ള വായനകളായിരിക്കും. ഈ കാര്യത്തിൽ എൻ്റെ ഒരു ഗുരു എന്ന് പറയുന്നത് പ്രൊഫസർ N. ഗംഗാധരനാണ്. അദ്ദേഹം ചരിത്രകാരനാണെന്ന് ഒപ്പം തന്നെ സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ ട്രാൻസ്ലേറ്ററാണ്. അദ്ദേഹം വസന്തത്തിൻ്റെ മുറിവ് എന്ന പുസ്തകത്തിന് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ട്രാൻസ്ലേഷന്. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയും, ഈ ആദ്യം നിങ്ങളൊരു പുസ്തകം ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ ട്രാൻസ്ലേറ്ററുടെ കണ്ണുകൂടെ വായിക്കരുത്, അത് വായനക്കാരൻ്റെ കണ്ണുകൂടെ തന്നെ വായിക്കണം. പക്ഷെ എനിക്കിത് എപ്പോഴും പ്രശ്നമാണ്. എനിക്ക് ട്രാൻസ്ലേഷൻ ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കിത് വായനക്കാരിയുടെ പോലെ ചെയ്യാൻ പറ്റില്ല. അതൊരിക്കൽ വലിയ ചലഞ്ചാണ്. ഞാൻ അപ്പം ആലോചിക്കുക ഇത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നുള്ളത് വെച്ചിട്ടാണ്. അത് നമ്മുടെ ആസ്വാദനത്തിനെയും നമ്മളുടെ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെയും ബാധിക്കും. അത് ഞാൻ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമാണത്. അപ്പം എല്ലാ ജോണറിലും ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയാണ് കുറച്ചും കൂടി നമ്മൾ മെച്ചുവേർഡ് ആകുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഇതിലൊരു പൊളിറ്റിക്സ് ഉണ്ട് ചെയ്യുന്നതിൽ. അപ്പം ഞാൻ കുറേയൊക്കെ സ്ത്രീകൾ ചെയ്ത വർക്കുകൾ, വളരെ ശക്തരായ സ്ത്രീകൾ സ്വന്തം സ്പേസ് ഉണ്ടാക്കിയ, അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടാണ് ഒരു ബനസീർ ഭൂട്ടോയുടെ ആത്മകഥ, ആങ് സാൻ സൂക്കി, ലൈമ ബോവിയും മങ്കാരി മാതയും നോബൽ ലോറിയറ്റ്സ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള ശക്തരായ സ്ത്രീകളുടെ കൃതികൾ ഓരോന്നോരോന്നായിട്ട്, അല്ലെങ്കിൽ സ്ത്രീ പ്രാതിനിധ്യമുള്ള ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്നുള്ള വർക്കുകൾ, ഗേൾസ് ഫ്രം കാബൂൾ, ലിറ്റിൽ ജിപ്സി, അങ്ങനെയുള്ള കൃതികളൊക്കെ ഞാൻ എടുത്തു തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് ഓണേഴ്സിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ കഥകൾ എങ്ങനെ നമുക്ക് ചെയ്യാം, ഇത് ട്രാൻസ്ലേറ്റർ എന്നുള്ള നിലയ്ക്കെന്ന് മാത്രമല്ല എന്നിലുള്ള വ്യക്തിയെ, എന്നിലുള്ള സ്ത്രീയെ ഒരുപാട് ശക്തിപ്പെടുത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഈ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ ഒരു വൊക്കേഷൻ, ഇറ്റ് മേ ബി കോൾഡ് എ വൊക്കേഷൻ. ഞാനൊരു ട്രാൻസ്ലേറ്റർ ബൈ പാഷനാണ്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ട്രാൻസ്ലേറ്റർ എന്നുള്ള നല്ലൊരു സന്തോഷങ്ങളുണ്ടാവും. അപ്പം ഫാത്തിമ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുഞ്ഞാണത്. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഉള്ളൊരു വലിയ സന്തോഷമുണ്ട്. ഇനി ആരൊക്കെ അത് നമ്മളെ ഒരു ഇൻവിസിബിൾ ആക്കിയാലും നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ സാറ്റിസ്ഫാക്ഷൻ ഒപ്പം തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഗുണമാണ്, എന്നെ ഭയങ്കരമായിട്ട് ഞാൻ വളർന്നു വരുന്നതോടൊപ്പം തന്നെ ട്രാൻസ്ലേഷൻ ആരംഭിച്ച കാരണം കൊണ്ട് ഞാൻ ജീവിക്കാതെ പോയ ജീവിതങ്ങൾ, ജീവിക്കാൻ പറ്റില്ലായിരുന്ന ജീവിതങ്ങൾ, അല്ലെങ്കിൽ പറ്റിയിട്ടും ചെയ്യാതെയുള്ള ജീവിതങ്ങൾ, ഇങ്ങനെ പല ജീവിതങ്ങളും നമുക്ക് ജീവിക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ ട്രാൻസ്ലേറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു ഗുണം. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ
സൗത്ത് ഇന്ത്യൻ ലിറ്ററേച്ചറിലേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മുടെ കൂടുതൽ വരുന്നത് ഫോറിൻ ലാംഗ്വേജസ് ആണ് വരുന്നത്. അത് ഒരുപാടുണ്ട്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള വർക്കുകളും നൊബേൽ പ്രൈസ് കിട്ടിയ വർക്കുകളും എല്ലാതും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പതുക്കെ ഞാൻ ആദ്യം ചെയ്തത് പെരുമാൾ മുരുകൻ്റെ പിന്നെ കൂലമാതാരി എന്ന് പറഞ്ഞ വർക്ക് കീഴാളം എന്നുള്ള പേരിൽ DC ബുക്സിന് വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിപ്പോൾ 15ാമത്തെ പതിപ്പായി. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇതുപോലെ എന്നെ ചലഞ്ച് ചെയ്തൊരു വർക്കാണ്. കാരണം നമ്മുടെ തൊട്ടടുത്ത് ആയതുകൊണ്ട് തന്നെ ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കുറച്ചൊക്കെ തമിഴ് അറിയുള്ളൂ, അതും വായിക്കാം. വി ഗീതയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെയും ഫാത്തിമ ടീച്ചറെ കോട്ട് ചെയ്യുകയാണ്. കാരണം മാർക്കറ്റിനെ കേറ്റർ ചെയ്യണം, അതാരാണ് വായിക്കുന്നത്, റീഡേഴ്സ്. അതുകൊണ്ട് തന്നെ ഒരു പാൻ ഇന്ത്യൻ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലെ മാസങ്ങൾ അതെല്ലാതും ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. ജൂലൈ എല്ലാതും നമ്മൾ വി ആർ വെരി ക്ലോസ് ടു തമിഴ് കൾച്ചർ. സോ ഐ ട്രാൻസ്ലേറ്റഡ് ബാക്ക് ഇൻ ടു തമിഴ് മന്ത്സ് മാർഗഴി. അപ്പോൾ അതിനൊരു തിരിച്ച് അപ്പോൾ അത് എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്രോസ് റീഡിങ് ആവശ്യമാണ്. ട്രാൻസ്ലേഷൻ നമ്മൾ ഒരാളുടെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ നമ്മൾ വായിച്ചു നോക്കും. മലയാളത്തിൽ വന്നിട്ടുണ്ട്, അന്ന് അർദ്ധനാരീശ്വരം വന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കും. അപ്പോൾ അതെനിക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ തൊട്ടടുത്തുള്ളതാണ്. തമിഴ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത നെയ്ബറാണ്. പിന്നെ ഞാൻ തെലുഗു ലിറ്ററേച്ചറിൽ അവിടുത്തെ ഒരു ഡോയൻ എന്ന് പറയുന്നത് പിന്നെ വോൾഗ എന്ന് പറഞ്ഞിട്ട് റൈറ്ററാണ്. വോൾഗയുടെ സ്വേച്ഛ എന്ന് പറയുന്നത് NBT അടുത്ത ഈ മാസം അത് ഇറങ്ങും. ഈ വോൾഗയുടെ കൃതികൾ നമ്മുടെ സാറ ടീച്ചറൊക്കെ ആയിട്ട് ഭയങ്കര റിസംബ്ലൻസ് ഉള്ള ഒരു ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം 1980s മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്നതാണ് ആന്ധ്ര പൊളിറ്റിക്സ് ആൻഡ് സൊസൈറ്റിയുടെ. അപ്പോൾ ഈ സ്വേച്ഛ എന്നുള്ളത് ക്വസ്റ്റ് ഫോർ ഫ്രീഡം ആയിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ മലയാളത്തിൽ വരുമ്പോൾ സ്വേച്ഛ എന്ന് തന്നെ മാറ്റി. പിന്നെ ഈ റൈറ്റേഴ്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഞാൻ തുടങ്ങിയത് നമുക്കിപ്പോൾ പൗലോ കൊയ്ലോനോടൊന്നും മിണ്ടാൻ പറ്റൂലല്ലോ. അപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലേക്ക് വരുമ്പോൾ നമുക്ക് റൈറ്റേഴ്സിനോട് നേരിട്ട് സംസാരിക്കാം. അമീഷിനോട്, ചേതൻ ഭഗതിനോട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ, അതുപോലെ തന്നെ നമുക്ക് പെരുമാൾ മുരുകനോട്. ഇപ്പോൾ അടുത്ത ട്രൂ കോപ്പി തിങ്കിൽ ഞാൻ പെരുമാൾ മുരുകനായിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്തു. അതുപോലെ തന്നെ വോൾഗയായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇൻട്രാക്ഷൻ വളരെ പ്രധാനമാണ്. പിന്നെ ഏറ്റവും അവസാനം നമ്മളെ ഇൻവിസിബിൾ ആക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ പേര് ട്രാൻസ്ലേറ്റർ എന്നുള്ള നിലയ്ക്ക് റുഷ്ദി എന്നുള്ള 1001 രാവുകളിലാണ് എൻ്റെ പേര് ആദ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പേര്. ചിലർ പറയുന്ന വശം ഞാൻ ഒരുവിധം എല്ലാ പബ്ലിഷേഴ്സിനും വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. വെസ്റ്റ്ലാൻഡ്, മഞ്ജുൾ, DC എല്ലാവരും. അപ്പോൾ മിക്കവരും പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ പോളിസിയാണ്, ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ പേര് ഫ്രണ്ടിൽ വെക്കില്ല. അങ്ങനെ ഒരു പോളിസിയൊന്നും ഇല്ല. അതൊക്കെ മാറ്റാൻ പറ്റുന്ന പോളിസികൾ മാത്രമേ ഉള്ളൂ. DC ബുക്സ് ഇപ്പോൾ ഫ്രണ്ടിൽ വെക്കും. അതൊക്കെ നമ്മൾ എത്രയോ വർഷങ്ങളുടെ ടോയിലിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഉണ്ടായത്. ഇപ്പോൾ JCB അവാർഡ് കൊണ്ടുവരുന്ന ഒരു ട്രാൻസ്ലേറ്റേഴ്സിനുള്ളൊരു വിസിബിലിറ്റി ഉണ്ട്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർ നമ്മുടെ ഭാഷയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള വലിയ റെക്കഗ്നേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ കൂലി എഴുത്തുകാരായിട്ടും ഇപ്പോഴും റെമ്യൂണറേഷൻ വളരെ വളരെ കുറവാണ്. നമ്മൾ അതേപോലെ തന്നെയുള്ള ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് കൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ അതുപോലെ തന്നെ ഈ റെമ്യൂണറേഷൻ കുറവായത് കാരണം ആർക്കും ചെയ്യാന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. മലയാളം അറിയുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാതും പോലെ തന്നെ ഇതൊരു സ്കില്ലാണ്. അതിനെപ്പോഴും പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം, മൂർച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇപ്പോഴത്തെ സ്ഥിതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം ഇംഗ്ലീഷ് അത്യാവശ്യം അറിയുന്ന ആരും എന്നാൽ ശരി, നമുക്ക് എഴുതിയില്ലെങ്കിൽ ഒരു സ്പേസ് വേണം, ക്രിയേറ്റീവ് സ്പേസ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി വേണം, കുറച്ച് പൈസ വേണമെങ്കിൽ ഉടനെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത് നമ്മൾ ക്വാളിറ്റി ചില ട്രാൻസ്ലേഷൻസ് ഒക്കെ വായിച്ചാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. കാരണം നമ്മൾ ട്രാൻസ്ലേറ്റേഴ്സ് നിലയ്ക്ക് എത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. ഇത് ഒരു എഫേർട്ടും ഇല്ലാതെ അങ്ങ് പിന്നെ അത്യാവശ്യം ഒരു ലാംഗ്വേജ് അറിയാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ നന്നായി അറിയുന്ന ആളില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ദ സ്പീഡ്, പെട്ടെന്ന് ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ചിലപ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കും, കുറച്ച് സമയം എടുത്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സ്പീഡിലൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പൗലോ കൊയ്ലോൻ്റെ പിന്നെ ചാരസുന്ദരി എന്ന് പറയുന്ന സ്പൈ എന്ന പേരിൽ 15 ദിവസം കൊണ്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. ഇംഗ്ലീഷും ഇതും ഒരുമിച്ചാണ്, അൺഎഡിറ്റഡ് ഇംഗ്ലീഷ് വേർഷനാണ് ചെയ്തത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അതൊക്കെ പതുക്കെ മാറി വരുന്നു എന്നുള്ളതാണ്. നമുക്ക് പണ്ട് ട്രാൻസ്ലേറ്റേഴ്സ്, ഞാനൊക്കെ ട്രാൻസ്ലേഷൻ തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് ഒരുമിച്ച് ചോദിക്കാറുള്ളതാണ്, എന്തിനപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്യണത്, 2 അക്ഷരം സ്വന്തമായിട്ട് എഴുതിക്കൂടെയെന്ന്. അപ്പോൾ ആ ഒരു കാലത്തിൽ നിന്ന് ഒരു 10-20 വർഷം ഇങ്ങ് വരുമ്പോൾ ട്രാൻസ്ലേറ്റർ ഈസ് ക്വൈറ്റ് വിസിബിൾ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ നമ്മൾ ഫാത്തിമ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ട്രാൻസ്ലേറ്റേഴ്സ് മാത്രമുള്ളൊരു പാനൽ സാഹിത്യ അക്കാദമി നടത്തുന്ന ഒരു സാഹിത്യ ഉത്സവത്തിൽ ഉണ്ടാവുന്നതെന്ന് തന്നെ പറയാച്ചിട്ടുണ്ടെങ്കിൽ വി ആർ ഹിയർ എന്നുള്ളൊരു അനൗൺസ്മെൻ്റ് ആണ്. അതിൽ വലിയ സന്തോഷമുണ്ട്. പല പ്രോളിഫിക് ട്രാൻസ്ലേറ്റർ എന്നുള്ള രീതിയിൽ ഒരുപാട് ട്രാൻസ്ലേഷനിലെ പ്രശ്നങ്ങൾ
എളുപ്പം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് പോലെയുള്ള നിഷ്കർഷകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ചെയ്യുന്ന ആൾ എന്നുള്ള ഒരാൾ അത് തീർച്ചയായും അതേസമയം ട്രാൻസ്ലേഷനെ കുറിച്ചിട്ടുള്ള ബോധ്യത്തോട് നിശ്ചയമായും നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് പലരും കമ്പനി പറഞ്ഞതുപോലെ പലരും ട്രാൻസ്ലേഷനിലേക്ക് വരുന്നത്. ഞങ്ങൾ ടീച്ചേഴ്സ് പ്രത്യേകിച്ചു ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്നത് കൊണ്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കയറാമെന്നും മലയാളം അറിയുന്നത് കൊണ്ട് മാത്രം മലയാളത്തിലേക്ക് വരാമെന്നൊക്കെ വിചാരിക്കുന്നത് അത് ബുദ്ധിമുട്ട് തന്നെ. അവരെന്നെ കുറച്ച് കഴിയുമ്പോൾ അതിൽ മാറിപ്പോവും. കാരണം പബ്ലിഷേഴ്സ് ഉണ്ടല്ലോ ഇടയ്ക്ക്. ഇംഗ്ലീഷിൽ തീർച്ചയായും ഉണ്ട്. ഇംഗ്ലീഷിൽ എഡിറ്റിംഗ് ഉള്ളതുകൊണ്ട്, എഡിറ്റേഴ്സ് ഉള്ളതുകൊണ്ട്, എഡിറ്റേഴ്സിൻ്റെ ഇൻ്റർവെൻഷൻ ഉള്ളതുകൊണ്ട് അത് ട്രാൻസ്ലേറ്റർക്കും ഗുണകരമാണ്, തീർച്ചയായും എഴുത്തുകാർക്കും ഗുണകരമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫോക്ക് ടങ്ങിൽ സംസാരിക്കുന്ന ടെക്സ്റ്റുകളുടെ ഏറ്റവും ഇൻറ്റിമേറ്റ്, കമ്പനി പറഞ്ഞതുപോലെ ഏറ്റവും ഇൻറ്റിമേറ്റ് വായനക്കാരെന്നുള്ളത് തീർച്ചയായും ഈ സബ് ടെക്സ്റ്റുകൾ എത്രയും എളുപ്പം മനസ്സിലാവുന്നത് ചിലപ്പം എഴുത്തുകാരന് പോലും ചിലപ്പം അപരിചിതമായേക്കാവുന്ന എഴുത്തുകാരൻ പോലും ഉദ്ദേശിക്കാത്ത തലത്തിൽ ടെക്സ്റ്റ് മാനിഫെസ്റ്റ് ചെയ്യുന്ന വൾണറബിലിറ്റീസും അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന സബ് ടെക്സ്റ്റുകളും എളുപ്പം തിരിച്ചറിയാവുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എഴുത്തിനോട്, ആ പുസ്തകത്തോട് ഏറ്റവും അടുപ്പമുള്ള എഴുത്തുകാരൻ കഴിഞ്ഞ ഏറ്റവും അടുപ്പമുള്ള ആൾ തീർച്ചയായും ട്രാൻസ്ലേറ്റർ തന്നെയായിരിക്കും. ഇപ്പോൾ ട്രാൻസ്ലേറ്റേഴ്സിന് ഇത്ര കാലം വർക്ക് ചെയ്ത കമ്പനി പറയുന്നത് പോലെ ഇപ്പം മാറി വരുന്നു എന്നുള്ള അവസ്ഥ തന്നെ വലിയ ഒരു നിർണായക മാറ്റം തന്നെയായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ ട്രാൻസ്ലേഷൻ്റെ മേഖലയിൽ. മുസകുട്ടി ആരാധ്യയായ അധ്യക്ഷ EV ഫാത്തിമ, മറ്റു ബഹുമാനപ്പെട്ട വിവർത്തകരെ, സദസ്സിലെ സഹൃദയ സുഹൃത്തുക്കളെ, ഞാൻ എന്നെക്കുറിച്ച് അധികമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് പറയാം. 100-ലധികം കൃതികൾ വിവർത്തനം ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൂടാതെ 40 പുസ്തകങ്ങൾ വേറെയും ബാലസാഹിത്യം, വൈജ്ഞാനികം, അങ്ങനെ ചില്ലറമായിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100 പുസ്തകങ്ങൾ ചുരുങ്ങിയത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പുസ്തകത്തെക്കുറിച്ചും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും പ്രധാനപ്പെട്ട 3-4 പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. അത് ഒന്നാമത്തത് ജെയിംസ് ജോയ്സിൻ്റെ യുലീസസ് എന്ന പുസ്തകം തന്നെ. അത് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഒരു വിവർത്തനമാണ്. രണ്ടാമത്തത് തോമസ് മനിൻ്റെ മാജിക് മൗണ്ടൻ. അതും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ്. യുലീസസിനെ പോലെ അല്ലെങ്കിലും ഏതാണ്ട് അതിൻ്റെ അടുത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പുസ്തകമാണത് ചെയ്യാൻ. മൂന്നാമത്തത് 1001 രാവുകൾ. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു. മാതൃഭൂമി അടുത്ത് തന്നെ അത് പ്രസിദ്ധീകരിക്കും. പിന്നെ ഒന്ന് അഗതാ ക്രിസ്റ്റിയുടെ ആത്മകഥ. അത് 800 ചില്ലാൻ പേജുള്ളൊരു പുസ്തകമാണ്. പിന്നെ ഷേക്സ്പിയർ സമ്പൂർണ്ണ കഥകൾ. അതൊരു 5-10 എഡിഷൻ ഇറങ്ങിക്കഴിഞ്ഞു. ധാരാളം പേര് വായനക്കാരുള്ളൊരു പുസ്തകമാണത്. അത് ചെയ്തിട്ട് 10-15 കൊല്ലമായി. അത് മുസോളിനിയുടെ ആത്മകഥ. അങ്ങനെ ചില പുസ്തകങ്ങളൊക്കെ പ്രധാനപ്പെട്ട ചിലതുണ്ട്. പിന്നെയും ഉണ്ട് ചിലതൊക്കെ. പക്ഷെ അതൊന്നും പറയാൻ ഇപ്പോൾ നേരമില്ല, അത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇപ്പം ഇവിടെ പ്രധാനപ്പെട്ട ചർച്ചയിൽ ഉയർന്നു വന്നത് ഈ പരിഭാഷയുടെ നിലവാരമില്ലായ്മയാണ് പ്രധാനമായിട്ട് കണ്ടത്. അതുപോലെ തന്നെ പരിഭാഷകർക്ക്, പ്രസാധകർ അല്ലെങ്കിൽ വായനക്കാരനെ വേണ്ടത്ര പരിഗണന നൽകുന്നില്ല. അവർ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ സ്ഥിതിയൊക്കെ ഭേദപ്പെട്ട് വരുന്നുണ്ട്. ഇവിടെ തന്നെ സാഹിത്യ അക്കാദമിയിൽ ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ വിവർത്തകരുടെ ഒരു പ്രത്യേക പാനൽ അനുവദിച്ചത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് അതിൻ്റെ ഭാരവാഹികളെ, ഇവിടെ ഇരിക്കുന്ന അശോകൻ ചെരുവിലടക്കമുള്ള വ്യക്തികളെ ഞാൻ അഭിനന്ദിക്കുന്നു. അവരോട് നന്ദിയും കടപ്പാടുമുണ്ട്. പിന്നെ പൊതുവേ സാധാരണ ജനങ്ങളുടെ ഒരു ധാരണയുണ്ട്, 2 ഭാഷകൾ അറിയാവുന്ന ഏതൊരാൾക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ ചെയ്യാൻ പറ്റിയെന്ന് വരും, പക്ഷേ അത് നല്ല ട്രാൻസ്ലേഷൻ ആവില്ല. അത് എപ്പോഴും അതിൻ്റെ വൈകല്യം അതിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടൊരു സർഗാത്മകത ഉള്ള ആൾ ചെയ്താലേ ട്രാൻസ്ലേഷൻ നന്നാവുള്ളൂ. അതുപോലെ ട്രാൻസ്ലേഷൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കണം. വിവർത്തകൻ മൂലഭാഷയുടെയും ലക്ഷ്യഭാഷയുടെയും സംസ്കാരങ്ങളെ മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഈ വിവർത്തനത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു രാജ്യത്തെ സംസ്കാരം ആവണമെന്നില്ല മറ്റൊരു രാജ്യത്ത്. ഒരു യൂറോപ്യൻ ഭാഷയിലേക്ക് മലയാളത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഷകൾ തമ്മിൽ വലിയ വൈകല്യങ്ങളുണ്ട്. ഇവിടെ ഉദാഹരണമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ പൊതുവെ തണുപ്പ് രാജ്യം എന്നാണ് പറയപ്പെടുന്നത്. ഊഷ്മളമായ സ്വീകരണം നൽകി, വാം വെൽക്കം എന്നൊക്കെ പറയാറുണ്ട്. അത് അന്ധമായിട്ട് അനുകരിച്ചിട്ട് നമ്മുടെ പത്രങ്ങളും ഊഷ്മളമായി സ്വീകരണം നൽകി എന്ന് പറയുന്നുണ്ട്.
വാസ്തവത്തിൽ നമ്മുടെ ചൂടുരാജ്യത്ത് കുളിർമയുള്ള സ്വീകരണം നൽകി എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ചില സംസ്കാരങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പരിഭാഷകൻ ചെയ്യാൻ. അത് ആ നിലയ്ക്ക് തന്നെ ഒരു പരിഭാഷകൻ രണ്ട് സംസ്കാരങ്ങളെ കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയാണ്, അല്ലെങ്കിൽ ഒരു അംബാസിഡറാണ് എന്നൊക്കെ പറയാറുണ്ട് സാധാരണഗതിയിൽ. ഇപ്പോൾ ഞാൻ 1001 രാവുകൾ ചെയ്യുമ്പോൾ അതിൽ ദേ സ്പോക്ക് ബിഹൈൻഡ് ദി കർട്ടൻ എന്നൊക്കെ ഒരു വാക്യമുണ്ട്. ദേ സ്പോക്ക് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. അവർ അവിടുത്തെ സംസ്കാരം അനുസരിച്ചിട്ട് തുണിമറയ്ക്ക് പിന്നിൽ നിന്നിട്ട് വേണം സംസാരിക്കാൻ, പുരുഷന്മാരെ നേരിട്ട് കാണാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ച് ഇവിടെ തുണിമറ, അവിടെ ടെക്സ്റ്റിൽ ദേ സ്പോക്ക് ബിഹൈൻഡ് ദി കർട്ടൻ എന്നാണ്. കർട്ടൻ എന്നതിന് പകരമായിട്ടൊരു വാക്ക് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ഉപയോഗിച്ചത് തുണിമറ എന്ന് തന്നെയാണ്. അങ്ങനെ നമ്മുടെ യുക്തിക്കും മനോധർമ്മത്തിനും അനുസരിച്ചിട്ട് വിവർത്തനത്തിന് നമ്മുടെ സ്വന്തം വാക്കുകളൊക്കെ ചേർക്കാൻ പറ്റും. അടുത്ത ചോദ്യം, ഈ യൂറോപ്യൻ കൃതികൾ ചെയ്യുമ്പോൾ അതിലധികം ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി ധാരാളം സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ബൈബിള് നന്നായി വായിച്ചിരിക്കണം. ഞാൻ ഈ ഉദ്ദേശം വെച്ചിട്ട് ബൈബിള് 2 പ്രാവശ്യം എനിക്ക് വായിക്കേണ്ടി വരും. കാരണം അതിൻ്റെ ചില അനോട്ടേഷൻസും ചില ഇതൊക്കെ ബൈബിളിൻ്റെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനാലിറ്റി കിട്ടില്ല. ബൈബിളിനോട് ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. വിവർത്തകനെ അലട്ടുന്ന വലിയൊരു പ്രശ്നം, ഒരു വെല്ലുവിളി, പദാനുപത തർജ്ജമ വേണോ, ആശയാനുവാദം വേണോ, സ്വതന്ത്ര തർജ്ജമ വേണോ എന്നൊക്കെ ഉള്ളതാണ്. ലോകം പൊതുവേ അംഗീകരിച്ചിട്ടുള്ളത് പദാനുപത തർജ്ജമയാണ്. പക്ഷേ പദാനുപത തർജ്ജമയ്ക്ക് ഒരു വൈകല്യമുണ്ട്. അത് യാന്ത്രികമായി ചെയ്താൽ വളരെ വികലമായിട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് പദാനുപദം വിവർത്തനം ചെയ്യുമ്പോൾ പാരായണക്ഷമതയും വായനാസുഖവും സംവേദനക്ഷമതയും ഉള്ളതായിരിക്കണം വിവർത്തനം. അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ഭാവാർത്ഥ വാക്യങ്ങൾക്കും പഴഞ്ചൊല്ലുകൾക്കും തദനുസൃതമായ പ്രയോഗങ്ങളും ചൊല്ലുകളും മലയാളത്തിൽ നിന്ന് കണ്ടെത്തി പ്രയോഗിച്ചാൽ വിവർത്തനം കൂടുതൽ സുന്ദരമാകും. മറ്റൊരു വെല്ലുവിളി, ഈ പദാനുപദ വിവർത്തനം ചെയ്യുമ്പോൾ എല്ലതും ലിറ്റററി ആയിട്ടുള്ള പുസ്തകങ്ങൾ അതുപോലെ ചെയ്യുന്നത് വളരെ വികലമായിട്ടുള്ള ട്രാൻസ്ലേഷൻ ആയിരിക്കും. അതേ സമയത്ത് അക്കാദമിക പാഠ്യവിഷയങ്ങൾക്കും നിയമസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കും പദാനുപത രീതി തന്നെയാണ് ഏറ്റവും ഉചിതം. അല്ലെങ്കിൽ സ്ഖലിതങ്ങൾ വന്നു പോകാൻ സാധ്യതയുണ്ട്, അർത്ഥത്തിന് പിഴവും സംഭവിക്കാം. എന്നാൽ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ അത് പദാനുപദം ഒരിക്കലും അനുവദനീയമല്ല. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ലളിതമായ ഭാഷയിൽ ചെയ്യണം. അതുകൊണ്ട് ആശയാനുവാദമോ സ്വതന്ത്ര തർജ്ജമയോ ആണ് കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾക്ക് ഉചിതം. പിന്നെ മറ്റൊരു ചോദ്യം വരുന്നത്, വിവർത്തകന് സ്വന്തമായ ഒരു ശൈലി പാടുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ സുചിന്തിതമായ അഭിപ്രായം, വിവർത്തകന് ഒരിക്കലും സ്വന്തമായ ഒരു ശൈലി പാടില്ല. മൂലഗ്രന്ഥകാരൻ്റെ ശൈലി ഏതാണോ ആ ശൈലി വിവർത്തകൻ ആവാഹിച്ച് ഗ്രന്ഥത്തിലേക്കൊരു പരകായ പ്രവേശം നടത്തിയിട്ടാണ് അത് ചെയ്യേണ്ടത്. എങ്കിലേ അത് ആ കൃതി കൂടുതൽ ആസ്വാദ്യകരമായിരിക്കുകയുള്ളൂ. ഈ സ്വന്തമായ ശൈലി ഉണ്ടാകുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മൂലഗ്രന്ഥകാരൻ്റെ വികാരവും ശൈലിയും ഒന്നും അതിൽ പ്രതിഫലിക്കില്ല. ഈ വിവർത്തകൻ്റെ വികാരവും ശൈലിയാണ് അതിൽ വരിക. അതിന് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നത് ചങ്കമ്പുഴയാണ്. ചങ്കമ്പുഴ പല കൃതികളും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ കാവ്യശൈലി, ശബ്ദഭംഗിയുള്ള കാവ്യശൈലിയാണ് അദ്ദേഹം അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സരളകോമള കാന്ത പദാവലി കൊണ്ട് ഉടുപ്പിട്ട എന്ന് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ച പോലത്തെ പ്രയോഗം. സരളകോമള കാന്ത പദാവലി കൊണ്ട് ഉടുപ്പിട്ട വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ. അതായത് മലരടി കാടുകൾ തിങ്ങി നീങ്ങി മരതക്കാന്തിയിൽ മുങ്ങി മുങ്ങി എന്ന് അദ്ദേഹം പറയാറുള്ളത് പോലുള്ള അതേ ശൈലിയിലാണ് അദ്ദേഹം എല്ലാ കൃതികളും വിവർത്തനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സ്വന്തമായൊരു ശൈലി ഉണ്ടായാൽ മൂലഗ്രന്ഥകാരൻ്റെ വികാരവും ശൈലിയും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുപോലെ ഒരു പൈങ്കിളി പുസ്തകം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു തത്വാധിഷ്ഠിതമായിട്ടുള്ളൊരു പുസ്തകം ചെയ്യുമ്പോഴോ ഹാസ്യ നോവൽ ചെയ്യുമ്പോഴോ എല്ലാറ്റിനും ഒരേ അളവുകോൽ ഉപയോഗിക്കുന്നത് ശരിയല്ല. VK ആന്റണി ചെയ്യുമ്പോഴും അതുപോലെ OV വിജയനെ ചെയ്യുമ്പോഴും ഒരേ ശൈലി ഉപയോഗിച്ച് വിവർത്തനം ചെയ്താൽ, ഒരേ അളവുകോൽ ഉപയോഗിച്ച് വിവർത്തനം ചെയ്താൽ അത് വളരെ അപഹാസ്യമായിരിക്കും. പിന്നെ മറ്റൊന്ന് വിവർത്തനം ശ്രദ്ധിക്കേണ്ടത്, നെടുങ്കൻ വാക്യങ്ങൾ കഴിയുന്നതും ഒഴിവാക്കണം.
അത് വായനക്കാർക്ക് അലോസരം ഉണ്ടാക്കും. നമ്മുടെ പഴയ മലയാള നോവലുകളും മാർത്താണ്ഡവർമ്മ, രാമരാജബഹദൂറൊക്കെ ഉദാഹരണം. അതുപോലെ പഴയ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മറ്റേത് ഭാഷയിലും ലോകത്തിലെ പഴയ ഗ്രന്ഥങ്ങളൊക്കെ നിറച്ച് നോക്കിയാൽ വാക്യങ്ങളൊക്കെ നെടുങ്കൻ വാക്യങ്ങളാവും. അത് അതേപോലെ അതിൻ്റെ സിൻറ്റാക്സും സ്ട്രക്ചറും വാക്യഘടനയും ഒക്കെ നിലനിർത്തി മലയാളത്തിലാക്കിയാൽ അത് പഴയ ആധാരെഴുത്തുമാരുടെ ശൈലി പോലെ വളരെ വികലമായിട്ടും വളരെ ബോറിംഗ് ആയിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. വാക്യങ്ങൾ മുറിച്ച് വളരെ ലളിതവും സുന്ദരവുമായ ലളിതവും തെളിഞ്ഞതുമായിട്ടുള്ള മലയാള ഭാഷയിൽ നമുക്ക് ചെയ്യാൻ കഴിയണം. പിന്നെ മറ്റൊന്ന് ഉള്ളത്, ഭാഷ ഫലിപ്പിക്കാൻ വേണ്ടി ചിലർ കുറേ സംസ്കൃത പദങ്ങളും അനാവശ്യമായിട്ടുള്ള വിശേഷണങ്ങളൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. അതൊക്കെ അസ്ഥാനത്തും സ്ഥാനത്തും സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. ഈ സന്ദർഭത്തിൽ MTയുടെ കാഥികൻ്റെ പണിപ്പുര എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം എനിക്ക് ഓർമ്മ വരുന്നു. അന്ന് കരഞ്ഞുകൊണ്ടാണ് മകൻ അമ്മയ്ക്കരികിലെത്തിയത് എന്നുള്ളത് ഇതിന് പകരം ഒരുവൻ പ്രസ്തുത ദിവസം ബാഷ്പാകുല നേത്രനായിട്ടാണ് മാതൃസവിധത്തിൽ സന്നിഹിതനായത്. പ്രസ്തുത ദിവസം ബാഷ്പാകുല നേത്രനായാണ് സ്വപുത്രൻ മാതൃസവിധത്തിൽ സന്നിഹിതനായത് എന്ന് എഴുതിയാൽ അവനെ ചെപ്പക്കടിക്കണം എന്നാണ് MT കാഥികൻ്റെ പണിപ്പുരയിൽ എഴുതിയിട്ടുള്ളത്. അതായത് അങ്ങനെ വളച്ച് കെട്ടി സംസ്കൃതമൊക്കെ ഉപയോഗിച്ചിട്ട് പറയേണ്ടതില്ല. പറയുന്ന മലയാളം സിമ്പിളായിട്ട് പറയാൻ ലളിതവും തെളിഞ്ഞതുമായിട്ടുള്ള മലയാളത്തിൽ പ്രകടിപ്പിക്കുക. അതാണ് വായനക്കാർക്ക് ഇഷ്ടാവുക. പിന്നെ വിവർത്തനത്തിൽ പൂർണ്ണത എന്ന ഒരു സംഗതിയില്ല. ഒരാൾക്കും ഒരു തെറ്റും കൂടാതെ എല്ലാം തികഞ്ഞ് ഒരു വിവർത്തനം ചെയ്യാൻ കഴിയില്ല. ആ വിവർത്തനം വേറൊരാൾ നോക്കിയാൽ ഇതിൽ അങ്ങനെ അല്ലേണ്ടത് ഇങ്ങനെ, ഈ സെൻറ്റൻസ് ഇങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ തോന്നും. അത് സ്വാഭാവികമാണ്. കാരണം എല്ലാവരുടെ ശൈലി ഒരുപോലെയല്ല. വിവർത്തനത്തിൽ അത് ഉണ്ടാവുക എന്നുള്ളത് എളുപ്പമല്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് എഡിത്ത് ഗ്രോസ്മാൻ ലാറ്റിൻ അമേരിക്കൻ വിവർത്തക, ലോകപ്രശസ്ത പേരുടെ അടുത്ത് മരിച്ചവർ, അവർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, വിവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അർത്ഥത്തിന് ശോഷണം സംഭവിക്കുന്ന ഘട്ടത്തിൽ യഥാർത്ഥ ഭാഗങ്ങളിൽ ഇല്ലാത്ത വാക്കുകൾ, ഏതാനും വാക്കുകൾ കൂട്ടിച്ചേർത്ത് ആശയത്തെ പരിപൂർണമായി അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് അവർ ശ്രമിക്കാറുണ്ടെന്ന് പറയുന്നത്. ഇല്ലാത്ത വാക്കുകൾ കൂട്ടിച്ചേർത്ത് അവർ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഡോൺ ക്വിക്സോട്ട് ഉൾപ്പെടെ ഒട്ടനവധി ഈടുറ്റ ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്ത ഗ്രോസ്മാൻ വാക്കുകളുടെയല്ല അർത്ഥങ്ങളുടെ വിവർത്തനത്തിനാണ് അത്ര പ്രാധാന്യം കൊടുക്കുന്നത്. വെറും വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യില്ല അവർ ചെയ്യുന്നത്, അർത്ഥമാണ് അവർ പ്രധാനമായിട്ട് നോക്കുന്നത്. ആ അർത്ഥം വായനക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിവർത്തകൻ്റെ പ്രധാന ചുമതല. വാക്കുകൾ ചിലപ്പോൾ യാന്ത്രികമാവും, കൃത്രിമമാവും. അതിലല്ല കാര്യം, അർത്ഥമാണ് മനസ്സിലേക്ക് എത്തേണ്ടത്. ഇനി എനിക്ക് ഏറ്റവും ചിലർ പറയാറുണ്ട്, ഇയാളെ വിവർത്തനം വായിച്ചാൽ വിവർത്തനാണെന്ന് തോന്നുകയേ ഇല്ല എന്നൊക്കെ വലിയ ഇത് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഒരു വിവർത്തനമാണെന്ന് തന്നെ തോന്നണം. ഇത് വെച്ചാൽ അതിൻ്റെ കൃത്രിമത്വം മുഴച്ചു നിൽക്കണം എന്നല്ല അർത്ഥമാക്കുന്നത്. ഇവിടെ വാൾട്ടർ ബെഞ്ചമിൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വിവർത്തനം വായിച്ചാൽ അത് വിവർത്തനമാണെന്ന് തോന്നണം. അതാണ് യഥാർത്ഥ വിവർത്തനം. മറ്റത് അങ്ങനെ തോന്നുകയില്ല എന്ന് പറഞ്ഞാൽ ഈ വിവർത്തകൻ എന്തോ കള്ളത്തരമൊക്കെ അതിൽ ഒപ്പിച്ചിട്ടുണ്ട്. അയാളുടെ ശൈലിയും ഭാഷയുമാണ് അതിൽ വരുത്തിയിട്ടുള്ളത് എന്ന് ഉറപ്പാണ്. എനിക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി തോന്നിയിട്ടുള്ളത് ഞാൻ വിവർത്തനം ചെയ്ത ജെയിംസ് ജോയ്സിൻ്റെ യുലീസസ് എന്ന ഒരു ഗ്രന്ഥമാണ്. വാസ്തവത്തിൽ അതൊരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് തിരഞ്ഞെടുത്തത്. ലോകത്തിലെ ഏറ്റവും ദുർഗ്രഹമായിട്ടുള്ള, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ട്രാൻസ്ലേഷനാണ് യുലീസസ്. അതറിഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇത് ചെയ്യണം എന്നൊരു ഉൾവിളി എനിക്കുണ്ടായി. ഇനി ചില കാരണങ്ങളൊക്കെ ഉണ്ട്, ചില പ്രോത്സാഹനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. കെ അരവിന്ദാക്ഷൻ പോലെയുള്ള എഴുത്തുകാരുടെ ചില പ്രോത്സാഹനങ്ങളും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരുപാട് ശൈലികൾ ഉണ്ട്. പരീക്ഷണാത്മകമായിട്ടുള്ള ഒരുവിധം ചാപ്റ്ററുകളൊക്കെ അതിലത്തെ പരീക്ഷണാത്മകമാണ്. വിക്ടോറിയൻ ശൈലി, നാടക ശൈലി, പൈങ്കിളി ശൈലി, ചോദ്യോത്തര ശൈലി, ബോധധാര രീതി,
എന്തൊക്കെ രീതിയിലാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച ശൈലിയിൽ തന്നെ വിവർത്തനം വരണം, എങ്കിലേ അത് യഥാർത്ഥ വിവർത്തനമാവും. പിന്നെ അതുകൂടാതെ ഭാഷാപരമായിട്ടുള്ള പല കസർത്തുകളും അതിലുപയോഗിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഉദാഹരണങ്ങൾ കുറേ ഉണ്ട്, അപ്പോൾ അതൊന്നും ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ സമയം അനുവദിക്കില്ല. പിന്നെ അത് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു പുസ്തകമല്ല. ഞാൻ 4000-ത്തിലധികം അടിക്കുറിപ്പുകൾ യുലിസസിന് കൊടുത്തിട്ടുണ്ട്. അതെന്നെ എന്തിനാണ് ഇത്ര അധികം അടിക്കുറിപ്പുകൾ എന്ന് പലരും ചോദിക്കുക. അതെന്നെ ഏറ്റവും ചുരുങ്ങിയതാണ്. ഏറ്റവും അത്യാവശ്യമുള്ള അടിക്കുറിപ്പുകൾ കൊടുത്തിട്ട് പോലും 4200ഓളം അടിക്കുറിപ്പുകൾ വന്നിട്ടുണ്ട്. ഇതിനെ അനിവാര്യമായ തിന്മ എന്നാണ് ഡോക്ടർ ജോൺസൺ വിശേഷിപ്പിക്കുന്നത്. അടിക്കുറിപ്പുകൾ ഒരു തിന്മയാണ്, പക്ഷേ അനിവാര്യമാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. മാത്രമല്ല യുലിസസിൻ്റെ മറ്റൊരു വെല്ലുവിളി, ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ 18ാമത്തെ ചാപ്റ്റർ, അതിൽ 65 പേജ് ഉണ്ട്. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ആകെ 2 ഫുൾ സ്റ്റോപ്പുകളേ ഉള്ളൂ. ഏകദേശം ഒന്ന് മധ്യത്തിലായിട്ടും പിന്നെ ഏറ്റവും അവസാനം ഒന്ന്. വേറെ പങ്ക്ച്വേഷൻ മാർക്കൊന്നും അതിനില്ല. അത് തന്നെ വലിയൊരു വെല്ലുവിളിയായിരുന്നു. ആ വായിച്ചാൽ അർത്ഥം മനസ്സിലാവണം, ഫുൾ സ്റ്റോപ്പും പങ്ക്ച്വേഷനൊന്നും ഇല്ലെങ്കിൽ അതിങ്ങനെ ഒഴുക്കിനനുസരിച്ച് പോകണം. ഇതിലെ കഥാപാത്രമായിട്ടുള്ള മോളി ബ്ലൂം, അത് നായികയായ മോളി ബ്ലൂമിൻ്റെ വിചാരധാരകൾ അത് കൂലം കൊത്തി ഒഴുകുന്ന ഒന്നാണ്. ഈ ബോധധാര രീതിയിൽ എഴുതപ്പെട്ട ഈ 18ാമത്തെ ചാപ്റ്ററിലെ വിഷയം. ചതിക്കുഴികൾ ധാരാളം ഉണ്ടാവാറുണ്ട്. അതിൽ ചിലത് മാത്രം നമ്മൾ ചൂണ്ടിക്കാണിക്കാം സമയക്കുറവ് മൂലം. ഒന്ന് നാച്ചുറൽ എന്നുള്ളതാണ് ഒന്നാമത്തത്, പ്രധാനപ്പെട്ട ഒന്നാണ്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഉദ്ദേശിക്കുക സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. പക്ഷേ ഇവിടെ അർത്ഥം ഇത് ജെയിൻ ഓസ്റ്റിൻ്റെ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എന്ന നോവലിലുള്ളതാണ്. നേച്ചർ അവരുദ്ദേശിക്കുന്നത് ഇത് നിർത്താൻ അധ്യക്ഷ ആവശ്യപ്പെടുന്നുണ്ട്. സമയം കിട്ടുമെങ്കിൽ തിരിച്ചു വരാം. ഇനി പറയാനുള്ള കാര്യങ്ങൾ വളരെ രസകരമായിട്ടുള്ള സംഗതികളാണ്. വാസ്തവത്തിൽ ഞാനിത് ആദ്യം പറയേണ്ടതായിരുന്നു. തിരിച്ചു വരാം. സംസാരിക്കാൻ അവസരം തന്ന സാഹിത്യ അക്കാദമിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ചെറിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. സമയം അനുവദിക്കുമോ എന്നറിയില്ല, എങ്കിലും പ്രസംഗയല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പോയിന്റ്സ് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് ഒന്ന് പ്രസന്റ് ചെയ്യാമെന്ന് തോന്നുന്നു. വിവർത്തനത്തെ സംബന്ധിച്ച് 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ വിവർത്തനം ചെയ്യപ്പെടുന്നതിന് ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏതൊക്കെ ഭാഷകളിൽ നിന്ന് ഏതൊക്കെ സോഴ്സ് ലാംഗ്വേജ് ഏതാണ്, അതിൻ്റെ ടാർഗറ്റ് ലാംഗ്വേജ് ഏതാണ് എന്നുള്ളത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച്, മലയാളത്തിനെ സംബന്ധിച്ച് പുറത്തു നിന്നുള്ള ധാരാളം കൃതികൾ ആദ്യകാലത്ത് സംസ്കൃതത്തിൽ നിന്നും പിന്നീട് ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ സമയത്തായിരിക്കണം ബംഗാളിയിൽ നിന്നുള്ള ധാരാളം കൃതികൾ, പ്രത്യേകിച്ച് ടാഗോറിൻ്റെയും ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയൊക്കെ നോവലുകൾ, അതുപോലെ ഇംഗ്ലീഷിൽ നിന്നുള്ള വിവർത്തനങ്ങൾ, പിന്നീട് സ്പാനിഷ് ഭാഷയിൽ പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്ക എന്നുള്ള വിവർത്തനങ്ങളൊക്കെ മലയാളത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് ധാരാളമായിട്ട്. ഗാർസിയ ഗബ്രിയേൽ മാർക്വേസ് നമുക്കൊരു വീട്ടിലെ പേര് പോലെ ഗാബോ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത് പോലും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും ഈ പറഞ്ഞ ലാംഗ്വേജസിലേക്ക് എത്ര മലയാളത്തിൽ നിന്നുള്ള എത്ര കൃതികൾ ആ കാലത്ത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഉണ്ടാവും, എങ്കിലും ആ കാലത്ത് എത്ര കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ സംശയം തന്നെയാണ്. അധികമൊന്നും ഉണ്ടാവില്ല. അതിന് അതായത് മിക്കപ്പോഴും കൾച്ചറലായിട്ടോ അല്ലെങ്കിൽ എക്കണോമിക്കായിട്ടോ പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഭാഷയിൽ നിന്ന് അങ്ങനെ അല്ലാത്ത ഒരു ഭാഷയിലേക്കാണ് മിക്കപ്പോഴും വിവർത്തനങ്ങൾ പോകാറ്. അപ്പോൾ മലയാളത്തെ സംബന്ധിച്ച് ഈ റഷ്യൻ നോവലുകൾ, ഡോസ്റ്റോവ്സ്കിയുടെയും ടോൾസ്റ്റോയുടെയും അങ്ങനെ തുടങ്ങിയിട്ട് ഷേക്സ്പിയറുടെ കൃതികൾ, അങ്ങനെ വിവർത്തനത്തിൻ്റെ വലിയൊരു ട്രഡീഷൻ കേരളത്തിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ അതിന് 1-2 കാര്യങ്ങൾ. ഒന്ന്, ഈ ഒരു ലിറ്റററി ടെക്സ്റ്റ് നമ്മൾ ഒരു സാഹിത്യകൃതി വിവർത്തനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളിയും ഒരു അക്കാഡമിക്കായിട്ട് ഉള്ള പ്രോസൈക്കായിട്ടോ ഒക്കെ ഉള്ള ഒരു കൃതി വിവർത്തനം ചെയ്യുമ്പോൾ വരുന്ന ചലഞ്ചും രണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, അക്കാഡമിക്കായിട്ടുള്ള കൃതി വിവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രിസിഷൻ കൃത്യമായിട്ടുള്ള, അപ്പം ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഈ അടുത്ത കാലത്ത് ഞാൻ ചെയ്ത ഒരു
ടെക്സ്റ്റ് അമർത്യ സെന്നിൻ്റെ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ ആണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് വലിയ സംശയമുണ്ടായി, ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്നുള്ളത് എങ്ങനെയാണ് മലയാളത്തിൽ പറയുക. ബംഗാളി ഭാഷയിൽ അത് തർക്കപ്രിയോ ഭാരതീയ എന്നാണ് പുസ്തകം ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ മലയാളത്തിൽ നമുക്ക് തർക്കപ്രിയരായ ഇന്ത്യക്കാർ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമുക്ക് തർക്കപ്രിയർ എന്ന് പറഞ്ഞാൽ വഴക്കാളികളാണ്. അതല്ല. പിന്നെ എന്താണ് വേണ്ടത്? സംവാദശീലരാണ്. ഇപ്പം സംവാദത്തിന് ഈ തർക്കത്തിൻ്റെ പാരമ്പര്യം വരുന്നില്ല. അങ്ങനെ വളരെ ആലോചിച്ചിട്ട് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടീമുമൊക്കെ ചേർന്ന് ആലോചിച്ചിട്ട് അവസാനമാണ് നമ്മൾ താർക്കികരായ ഇന്ത്യക്കാർ എന്നുള്ള പേരിട്ടത്. എന്തുകൊണ്ട് ഇന്ത്യക്കാർ എന്ന് വന്നു എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് ഭാരതീയർ എന്നല്ല. ഈ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇന്ത്യക്കാർ എന്ന് തന്നെ പറഞ്ഞു. അതും ഇന്ത്യക്കാരൻ അല്ല, അത് പ്ലൂറലാക്കിയിട്ട് ഇന്ത്യക്കാർ എന്നുപയോഗിച്ചു. അപ്പോൾ അതിൽ തന്നെ വേറെ 1-2 സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സെക്യുലർ എന്നുള്ള വാക്ക് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങൾ ആ ടെക്സ്റ്റിൽ എനിക്ക് തോന്നിയതാണ്. അത് മതനിരപേക്ഷതയാണോ അതോ എങ്ങനെയാണത് ഉപയോഗിക്കുക? അത് നമ്മൾ അവസാനം മതനിരപേക്ഷത എന്ന് തന്നെ ആക്കി. കാരണം എന്താണ് മലയാളത്തിൽ ആ കോണ്ടെക്സ്റ്റ് എന്താണ് ആവശ്യപ്പെടുക എന്നുള്ളത്, അത്തരം സംശയങ്ങൾ എനിക്ക് തോന്നുന്നു അക്കാഡമിക് പുസ്തകങ്ങളിൽ വരുന്നുണ്ട്. പക്ഷേ ലിറ്റററി ടെക്സ്റ്റിൽ വരുന്ന വേറെ ഒരുപാട് ഒന്ന് സാംസ്കാരികമായ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാമല്ലോ അല്ലേ. ഈ യോസയുടെ നോവലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി തന്ന ഒരു പുസ്തകം. അപ്പോൾ അത് ചെയ്യുമ്പോൾ എനിക്ക് തീരെ പരിചയമില്ലാത്തൊരു ലാറ്റിൻ അമേരിക്കൻ നോവലുകൾ വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്കൊട്ടും പരിചയമില്ലാത്തൊരു അധികാരത്തിൻ്റെയും ഒരു സ്ത്രീ വിരുദ്ധതയുടെയും ഒക്കെ ആയിട്ടുള്ള, അത് മാത്രമല്ല അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം, അതിലെ ഡിക്റ്റേറ്റർ ട്രുഹിയോ, അയാൾ പറയുന്ന തെറികളായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം മലയാളത്തിലെ തെറി എന്ന് പറഞ്ഞാൽ അശ്ലീലമാണ്. ഈ നോവലിലെ തെറികൾ അതിന് പകരം അത് അധികാരത്തിൻ്റെ ഭാഷയാണ്. ട്രുഹിയോ എന്ന് പറഞ്ഞാൽ ജനറലിസിമോ എന്നാണ് അയാളെ വിളിക്കുന്നത് തന്നെ. അയാൾ ആ രാജ്യത്തിൻ്റെ, ആ ചെറിയൊരു രാജ്യമാണ്, ആ രാജ്യത്തിൻ്റെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന് പറയുന്ന കുഞ്ഞു രാജ്യത്തിൻ്റെ പരമാധികാരിയാണ് അയാൾ. അപ്പോൾ ആ നോവലിൽ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, അതിൽ ടെൻസൊക്കെ കൂട്ടിക്കഴിച്ചിട്ടാണ് ഇയാൾ യോസ എഴുതിയിരുന്നത്. അപ്പോൾ ആ ടെൻസിൻ്റെ കൺഫ്യൂഷൻ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം സ്പാനിഷിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഗ്രാമർ 2 തരത്തിലായതുകൊണ്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷ് മാത്രമായതുകൊണ്ടും അത് എത്രത്തോളം എനിക്ക് സമർത്ഥമായിട്ട് ചെയ്യാം. കാരണം യോസയല്ല ഞാൻ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത ആളെയാണ്. അത് ആയിരിക്കും ഒരുപക്ഷെ മലയാളത്തിൽ വിവർത്തനം ചെയ്യുന്നവരുടെ വേറൊരു പ്രശ്നം. സോഴ്സ് ലാംഗ്വേജിൽ നിന്ന് ഒന്ന് കടന്നിട്ട് മൂന്നാമതൊരു ഭാഷയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. സ്പാനിഷിൽ എഴുതിയ ഒരു പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ട് ആ വിവർത്തനത്തിൻ്റെ വിവർത്തനമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ ചോർന്നു പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഭീകരത എത്രമാത്രം നിലനിർത്താൻ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ അധികാരത്തിനെ സംബന്ധിച്ചുള്ള ഇത് ഒരുപക്ഷെ സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ പവർ ഇടപെടുന്നത്. അപ്പം എന്നോട് അത് ചെയ്യുമ്പോൾ തന്നെ പലരും പറഞ്ഞിരുന്നു, താൻ എന്തിനാ ഇത്രയും ഈ സ്ത്രീ വിരുദ്ധമായ പുസ്തകം എന്തിനു ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ അത് എനിക്ക് തോന്നി അത് ചെയ്യുക തന്നെ വേണം. അതിൽ നമുക്ക് പറയാൻ മലയാളത്തിൽ അത് അത്ര ഒരു അതിനെ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ അത് പറഞ്ഞു തന്നെ ഇരിക്കണം എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഞാൻ ഈ ഫീസ്റ്റ് ഓഫ് ദ ഗോഡ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. മറ്റൊരു അനുഭവം ഉള്ളത്, ഞാൻ ഡ്രാക്കുളയുടെ ഒരു വിവർത്തനം ചെയ്തിരുന്നു. ആ പുസ്തകം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ ട്രാൻസ്ലേറ്ററിനെ അദൃശ്യമാക്കുന്ന കാര്യം അതേപോലെ ഒരു സംഭവമായിരുന്നു അത്. കാരണം ഈ പുസ്തകം ഞാൻ ചെയ്യുമ്പോൾ അതിൽ എനിക്ക് തോന്നി ബ്രാം സ്റ്റോക്കറുടെ ഭാഷയിൽ ധാരാളം ഡയലക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഡയലക്റ്റുകൾ മാത്രമല്ല, ഒരുപാട് ഡയലക്റ്റുകളും ഉണ്ട്, വ്യക്തി ഭാഷകളും ഉണ്ട്. അപ്പോൾ ആ ഭാഷകൾ അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ഈ പുസ്തകം കംപ്ലീറ്റ് ആവില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അതിന് സമാനമായ ചില
നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ചില ഡയലക്റ്റുകൾ ഞാൻ ഉപയോഗിച്ചു. അതിലൊരെണ്ണം ഈ വൈപ്പിൻ തുടങ്ങിയ കോസ്റ്റൽ ഏരിയയിൽ ഉപയോഗിക്കുന്ന ചില ഭാഷ, തൃശ്ശൂർ ഭാഷ, ഇങ്ങനെ ചില പ്രത്യേക ഡയലക്റ്റുകളാണ് ഞാൻ ഉപയോഗിച്ചത്. പക്ഷെ അത് ഈ പബ്ലിഷർ പറഞ്ഞത് അവർക്ക് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ലാംഗ്വേജാണ് വേണ്ടത്, ഈ ഭാഷ അവർക്ക് സ്വീകാര്യമല്ല, ഞങ്ങളുടെ എഡിറ്റർമാർ തീരുമാനിക്കും നിങ്ങൾ എന്ത് ഭാഷയിൽ എഴുതണമെന്ന്, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല എഴുതണത്, ഞങ്ങളത് നോക്കും, ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങളുടെ ഒരു രീതിയുണ്ട്, അതിലേക്ക് നിങ്ങളുടെ ഭാഷയെ കൺവേർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ ആ മാനുസ്ക്രിപ്റ്റ് തിരിച്ചു വാങ്ങി. അതിപ്പോൾ ഏതാണ്ട് പബ്ലിഷ് ചെയ്യാറായിട്ടുണ്ട്, ഇതുവരെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ആ സ്ലാങ്ങോട് കൂടി തന്നെ പബ്ലിഷ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഞാനത് തിരിച്ചു വാങ്ങിയത്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് തരുന്ന ഭാഷയുടെ ചില വെല്ലുവിളികൾ, അതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെ വേറെ ചില കൾച്ചറിനകത്തുള്ള ചില എലിമെൻറ്റ്സ് നമുക്ക് എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുക, അത് പോസിബിളാണ്. ഒരു ഉദാഹരണത്തിന് ഒരു സ്ത്രീവിരുദ്ധമായിരിക്കും, എന്നാൽ പോലും ഒരു സ്ത്രീയെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഓഥർ അതിന് ഒരു മധുര പലഹാരം പോലെ എന്നുള്ള രീതിയിൽ ഒരു വാക്ക് ഉപയോഗിക്കുന്നു. എനിക്ക് അവിടെ പെട്ടെന്ന് എനിക്ക് ഉപയോഗിക്കാവുന്ന വെള്ളലുവ പോലെയെന്നോ അലുവത്തുണ്ടം പോലെയെന്നോ കൽക്കണ്ടം പോലെയെന്നോ ഒക്കെയാണ്. പക്ഷേ ഈ അലുവത്തുണ്ടമോ കൽക്കണ്ടമോ വേറൊരു കൾച്ചറിൽ എത്രത്തോളം ഉണ്ട്, അത് അതിനോട് യോജിച്ച് പോകുമോ, അത് അവിടെ അതിനെന്താണ് അവിടെ സാങ്കത്യം എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് എനിക്ക് വരും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഞാൻ ഓഥറിൻ്റെ ഒപ്പം പോവുകയാണോ, അതോ ഞാൻ അവിടെ പുതിയ വാക്കുകൾ കണ്ടുപിടിക്കുകയാണോ, അതോ എന്തായിരിക്കും ഞാൻ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ബ്രിഡ്ജായിട്ട് എന്താണ് ഉപയോഗിക്കുക? അപ്പോൾ എനിക്കൊരു ചെറിയ കാര്യങ്ങൾ പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ഗ്ലോബലൈസേഷന് ശേഷം ഇത്തരം കാര്യങ്ങൾ കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഗ്ലോബലൈസേഷന് മുമ്പ് ഇപ്പോൾ നമ്മൾ എ.കെ. രാമാനുജൻ്റെ വചനങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് വായിക്കുമ്പോൾ നമുക്ക് അതിൽ ചെന്നമല്ലികാർജുന എന്നുള്ളതിന് ലോർഡ് ഓഫ് ദ വൈറ്റ് ജാസ്മിൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കൃത്യം ട്രാൻസ്ലേഷൻ അല്ലാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ പിൽക്കാലത്ത് ഈ ലോർഡ് ഓഫ് ദ വൈറ്റ് ജാസ്മിൻ എന്നുള്ളത് ചെന്നമല്ലികാർജുനൻ എന്ന് തന്നെ ഉപയോഗിച്ച് എഴുതുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്, അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടി അതിന് ഉണ്ടെന്ന് തോന്നുന്നു. ഈ ലോക്കൽ ലാംഗ്വേജിൽ പറയുന്നതിനെ അംഗീകരിക്കാവുന്ന ഒരവസ്ഥ കൂടി ഉണ്ട് എന്ന് തോന്നുന്നു. ഇത്ര പെട്ടെന്ന് പറയാനുള്ളൂ. നന്ദി. എവർക്കും നമസ്കാരം. കേരള സാഹിത്യ അക്കാദമിയുടെ ഈ പ്രോഗ്രാമിന് എന്നെ വിളിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഈ വേദിയിൽ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വന്നിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞതൊക്കെ അറിയാലോ. ട്രാൻസ്ലേഷൻ പറയണത് ഒരു സെക്കൻഡ് സ്റ്റെപ്പ് മാതിരിയാണല്ലോ. അതാണല്ലോ നമ്മളെല്ലാവർക്കും ട്രാൻസ്ലേറ്റർ പറയുമ്പോൾ എല്ലാവരും ചോദിക്കും. എൻ്റെ കുറച്ച് ബ്രോക്കൺ മലയാളമായിരിക്കും, കാരണം ഞാൻ ജനിച്ചതും വളർന്നതും തമിഴ്നാടാണ്, അമ്മയും അച്ഛനും പാലക്കാടാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ ലാംഗ്വേജ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് വരെ കുറേ ട്രാൻസ്ലേഷൻസ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ രണ്ടാനമ്മ എന്നുള്ള ഒരു ഫീലാണ് എനിക്ക് വന്നപ്പോൾ തന്നെ തോന്നിയത്. അങ്ങനെയാണ് ഇത്തരം വേദി ഈ കാലത്ത് മുഴുവൻ നിറഞ്ഞിട്ടുണ്ടെന്ന്. ചുള്ളിക്കാടിന് വേണ്ടിയിട്ടാണെന്ന് അറിയത്തില്ല, അതുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ട്രാൻസ്ലേഷൻ ആകുമ്പോൾ അതിൻ്റെ ആയിട്ട് ഒരു കേൾക്കാൻ പോലും ആൾക്കാരിനെ കുറവ് കാണുമ്പോൾ തന്നെയാണ് ഒരു വിഷമം തോന്നുന്നുണ്ട് ഒരു ആസ് എ ട്രാൻസ്ലേറ്റർ. ബിക്കോസ് എല്ലാവിടെയും എവിടെ ചെന്നാലും ചോദിക്കും, മാഡം ഞങ്ങൾ എഴുതുന്നുണ്ടോ? ഞാൻ എഴുതുന്നത് തന്നെയാണ്, പക്ഷേ ചോദിക്കും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്നുണ്ടോ എന്ന്. അപ്പോൾ സ്വന്തമായിട്ട് എഴുതുന്നതാണ് അത് ഞങ്ങൾ തന്നെ അംഗീകരിക്കുന്നു, അതാണ് ക്രിയേഷൻ തന്നെയാണ് ഫസ്റ്റ് പ്ലേസ്. പക്ഷേ ഇവരെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും പറയും പോലെ ഇപ്പോൾ കുറച്ചൊരു 15 വർഷത്തിന് ശേഷമാണ് കുറച്ചെങ്കിലും ഒരു ട്രാൻസ്ലേറ്റേഴ്സ്ക്ക് ഒരു അംഗീകാരം കിട്ടാൻ തുടങ്ങിയിട്ടുള്ളതായിരിക്കും. പക്ഷേ ഞാൻ ഓർക്കുന്നു, ട്രാൻസ്ലേഷൻ ഇല്ലെങ്കിൽ, ലിറ്ററേച്ചർ ട്രാൻസ്ലേഷൻ ഇല്ലെങ്കിൽ ഇവിടെ ഒരു വലിയ വരൾച്ചയിലായിരിക്കും വന്നിരിക്കുക. വേൾഡ് മുഴുവനും ലിറ്ററേച്ചറിൽ ഒരു വരൾച്ച വരാതിരിക്കാൻ ഒരൊറ്റ കാരണം ഈ ട്രാൻസ്ലേഷനാണ്. ഈ ട്രാൻസ്ലേഷനിൽ നിന്നുള്ള ഒരു കാര്യമില്ലെങ്കിൽ നമ്മളുടെ ഏത് ലോകത്തിലെ ഏത് ഭാഷയിലായിരിക്കും നമ്മൾ എത്രത്തോളം പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടാകുക. അപ്പോൾ
ഈ പറയുന്ന എല്ലാവരും ഇംഗ്ലീഷിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ ലിറ്ററേച്ചർ, ഇന്ത്യൻ ലിറ്ററേച്ചർ തന്നെ നമ്മളെ സ്വന്തം ഭാഷകളിലേക്ക് വന്നിട്ടുള്ള കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് വളർന്ന ഒരു സാഹചര്യമാണ് നമ്മളെല്ലാവർക്കും ഉള്ളത്. അതുപോലെ തന്നെയാണ് ഇവരെല്ലാവരും ജസ്റ്റ് ഒരു ചെറിയ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എൻ്റെ അമ്മയാണ് എനിക്ക് മലയാളം പഠിപ്പിച്ചത്. തമിഴ്നാട്ടിൽ ചെന്ന് തമിഴ് പഠിക്കുന്ന കുട്ടികൾക്ക് വായന പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. അപ്പം അങ്ങനെ വായിച്ച് വന്ന ഞങ്ങൾ ഏടത്തിനേത്ത് രണ്ടുപേരും തുടർന്ന് എഴുത്തും ഇതുമായിട്ട് നിൽക്കുമ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും ഒരുമിച്ച് ഒരു ട്രാൻസ്ലേറ്ററായിട്ട് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അനിയത്തി KV ശൈലജ, ഞാൻ ജയശ്രീ, രണ്ടുപേരും തുടർന്ന് ഇങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കോളേജൊക്കെ പഠിക്കുമ്പോൾ, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എഴുതാൻ പറയും. ഞാൻ ഡിഗ്രി തമിഴ് ലിറ്ററേച്ചറാണ് പഠിച്ചത്. അപ്പോൾ ക്രിയേറ്റീവായിട്ട് എഴുതാൻ പറയും ഞങ്ങളുടെ മാസ്റ്റേഴ്സ്. അപ്പം ഞങ്ങൾക്ക് അത് പറ്റില്ല എന്നപ്പോൾ എനിക്ക് 2 ലാംഗ്വേജ് അറിയുന്നുള്ളത് കൊണ്ട് എഴുതാൻ തുടങ്ങി. കോളേജ് മാഗസീനിൽ ഒരു ചെറിയൊരു തച്ചൊള്ളി അമ്പുവിൻ്റെ കഥ വായിച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നാടകമായി മാറ്റി അതൊരു ബുക്കിൽ വന്നു. അപ്പോൾ അത് എല്ലാവരും നന്നെന്ന് പറഞ്ഞ ആ നിമിഷം ഞാൻ ഒരു ട്രാൻസ്ലേറ്ററായി മാറിയിരിക്കുകയായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ട്രാൻസ്ലേഷൻ മാത്രം മതി എന്നുള്ള ഒരു ഒപ്പീനിയനിലാണ്. അപ്പോൾ തുടർന്ന് ഞാൻ സക്കറിയാൻ്റെ കഥകൾ എല്ലാം ഏകദേശം കഥകൾ ഒരു 5 വോള്യൂമുകളായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയുടെ തമിഴ് വിങ്ങിൽ ഒരു കളക്ഷൻ വന്നിട്ടുണ്ട്. അതല്ലാതെ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ഒറ്റവാതിൽ, പിന്നെ ഷൗക്കത്തിൻ്റെ ഹിമാലയം, അയ്യപ്പൻ്റെ കൽക്കരിയുടെ നിറമുള്ളവർ, ശ്യാമള ശശികുമാറിൻ്റെ നിശബ്ദം ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഘട്ടത്തിലാണ് ഓരോ ഇവർ പറയുന്ന ഹേർഡിൽസ് എല്ലാം ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം ആ ലാംഗ്വേജിൻ്റെ ഇപ്പം സന്തോഷിൻ്റെ കഥയിലാവട്ടെ ചില തൃശ്ശൂർ ഭാഷ വരും, അല്ലെങ്കിൽ അതെങ്ങനെയാണ് മലയാളത്തിലേക്ക് തമിഴിലേക്ക് കൊണ്ടുപോകുന്നത്, ഏത് ജില്ലയ്ക്കാണ് ഞാൻ മാറ്റേണ്ടതെന്നുള്ള അതാണ് എനിക്ക് ഏറ്റവും ഉള്ള വെല്ലുവിളിയായിട്ട് ഞാൻ കരുതിയിരിക്കുന്നത്. കാരണം അത് ഞാനൊരു തിരുനെൽവേലി ലാംഗ്വേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു ചെന്നൈ ലാംഗ്വേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഇതിനെയും കടന്ന് ഞാൻ ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വർക്ക്സും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു റീഡേഴ്സ് ഇവിടെയുണ്ട്. അങ്ങനത്തെ റീഡേഴ്സാണ് ഞങ്ങൾക്ക്. അതിലും ഒരുപാട് ഇപ്പം റീസെൻ്റ്ലി 2 വർഷം മുമ്പ് ഉഷ്ണരാശി, മോഹൻ കുമാറിൻ്റെ ഉഷ്ണരാശി നോവൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മോഹൻ 100 വർഷം മുമ്പത്തെ കേരളത്തിൻ്റെ ഒരു ഭംഗിയാണ് കഥ മുഴുവനും. അപ്പോൾ അവരുടെ ഫുഡ്, അവരുടെ കൾച്ചർ, അതെല്ലാം ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്കിവിടെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു, മലയാളി സുഹൃത്തുക്കൾ. അവരുടെ വീട്ടിൽ സംസാരിച്ചിരിക്കുമ്പോൾ ഇത് എനിക്കറിയില്ല ടീച്ചറെ, എൻ്റെ അമ്മയോട് ചോദിച്ചു. അവർക്ക് 8 ഇയേഴ്സ് ഉണ്ടാകും. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊക്കെ വിളവെടുക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു വർക്ക് ഇറ്റ്സ് ആൾസോ എ ക്രിയേഷൻ, ട്രാൻസ്ക്രിയേഷൻ ആണെങ്കിലും ഇറ്റ്സ് ആൾസോ എ ക്രിയേഷൻ എന്നുള്ളത്. എനിക്ക് ആ ഉഷ്ണരാശി നോവൽ തീർക്കാൻ 2 വർഷം ഞാൻ എടുത്തു. കംപ്ലീറ്റ് ട്രാൻസ്ലേഷൻ തീർക്കാൻ എനിക്ക് 2 വർഷത്തിൻ്റെ പ്രയത്നം വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിലംപൂത്ത് മലർന്ന നാൾ എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ഉഷ്ണരാശിക്ക് വന്നത്. നിലംപൂത്ത് മലർന്ന നാൾ എഴുതുന്നത് എനിക്കൊരു ഒട്ടും പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. കാരണം ഞാൻ MAക്ക് തമിഴ് പഠിച്ച ആളാണ്. എൻ്റെ സ്വന്തം മാതൃഭാഷയായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിൽ വിഷമം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതേ മനോജ് കുറൂറിൻ്റെ 2ാമത്തെ നോവലായ മുറിനാവ് ട്രാൻസ്ലേഷനായി ഈ ചെന്നൈ ബുക്ക് ഫെയറിൽ തമിഴിൽ വന്നു. ഞാൻ തന്നെയാണ് ചെയ്ത്. അതിനും 2.5 വർഷം സമയമെടുത്തു. അത് ഫിലോസഫിയും ആ മെഡീവിയൽ സെഞ്ച്വറീസിൻ്റെ കഥയായതുകൊണ്ട് അതിനുള്ള അത്രയും ശ്രമങ്ങളുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അതിൻ്റെ വർക്ക് നമ്മൾക്ക് ഒരു ഫീൽ എപ്പോഴാണ് പ്രിൻറ്റിലേക്ക് പോകാം എന്നുള്ള ഫീൽ വരുമ്പോഴാണ് അത് ഫിനിഷ് ചെയ്യുന്നത്. ഒരു ക്രിയേറ്ററാണെങ്കിൽ എഴുതിയിട്ട കവിതകളോ കഥകളോ അങ്ങ് പ്രസ്സിലേക്ക് കൊടുത്താൽ മതി. ഈ ഡിസൈഡഡ് ദിസ് ഇസ് ഇനഫ് എന്ന് പറഞ്ഞാൽ അത് അങ്ങ് കൊടുക്കാം.
പക്ഷെ ഒരു ട്രാൻസ്ലേറ്ററായിട്ട് അത് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ട് ശരി ക്രിയേറ്റീവ് റൈറ്റർ എന്താ എഴുതിയിരിക്കണോ അത് ഇവിടെ എഴുതി എന്നുള്ള ഒരു ബോധം വരുന്ന ആ നാളിൽ അത് പ്രിൻറ്റിലേക്ക് പോകുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സാർ പറഞ്ഞതുപോലെ രണ്ട് വിഷയങ്ങൾ വരുന്നുണ്ട്. ഒരു കമൻട്രി ആയിട്ട് വരുമ്പോൾ പൗൽ സക്രിയൻ്റെ കണ്ടക്സ്റ്റിന് നിങ്ങൾ രക്തമും സതയുമാ എങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തീങ്ക എന്ന് പറയും. എന്ന് വെച്ചാൽ ബ്ലഡ് ആൻഡ് ഫ്ലഷായിട്ട് ഞങ്ങൾ മുഴുവനും പൗൽ സക്രിയ ആരാണ് എന്താണെന്നുള്ളത് നിങ്ങളുടെ തമിഴിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് പറയും. പോലെ വായിക്കുമ്പോൾ ഇത് വിവർത്തനം പോലെ തന്നെ അറിയുന്നില്ല, റിയലായിട്ട് മലയാളം വായിക്കും പോലെ തന്നെ മലയാളം കൾച്ചർ അറിയുന്നുണ്ട് ഞങ്ങൾക്ക് എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഒരു ബൂസ്റ്റായിട്ടാണ് ഞങ്ങൾക്ക് അറിയുന്നത്. ഒരു 10 വർഷം മുമ്പ് 12 വർഷം മുമ്പ് എഴുതിയവർക്ക് അതിൻ്റെ ഒരു ചെറിയ നോട്ട് എടുത്തിട്ട് ഇപ്പടി എഴുതിയിരിക്കീങ്ക മാഡം நல்லா இருக்குது എന്ന് പറയുമ്പോൾ അതായിരിക്കും ഞങ്ങൾക്കൊരു വലിയ ഒരു ബൂസ്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ആയിട്ടാണ് അത് നിലംപൊത്തുമല നന്നാൾ നോവലിന് കേന്ദ്രീയ സാഹിത്യ അക്കാദമി അവാർഡും കൂടി 2019 എനിക്കതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഞാൻ പറയാൻ ഇത്രയും ഉള്ളൂ. എന്നുവെച്ചാൽ ഈ ട്രാൻസ്ലേഷനിലുള്ള ആ പുസ്തകം ചിലർക്ക് പുസ്തകം തന്നെ വാങ്ങാൻ ഇഷ്ടപ്പെടില്ല. ട്രാൻസ്ലേഷനല്ലേ അതിലെന്താ അത്രയുള്ളത് എന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന കുറേ റീഡേഴ്സ് ഉണ്ട്. അതൊന്നും വലിയ കാര്യമല്ല എന്നുള്ളതായിട്ട്. പക്ഷെ അങ്ങനെയല്ല, അതിൽ കൂടുതൽ അതിൻ്റെ ജസ്റ്റ് ഒരു ക്രിയേറ്റീവ് റൈറ്ററായിട്ട് തന്നെ മാറുകയാണ് ഇവിടെ ഒരു ട്രാൻസ്ലേറ്റർ. അങ്ങനെ മാറുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു ബുക്ക് അങ്ങ് പുറത്ത് വരുമ്പോൾ നമ്മൾ റൈറ്ററിൻ്റെ കണ്ണാടി വഴി ഈ ലോകത്തിനെ അടുത്ത ഒരു ലാംഗ്വേജിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ. ആ കണ്ണാടി കൂടെ കാണുന്ന ഇനിയൊരു വ്യൂവർ, ദറ്റ് ഈസ് ഈ തമിഴ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷകളിലെ ട്രാൻസ്ലേറ്റേഴ്സ് റീഡേഴ്സ് ആ കണ്ണാടി പറയുന്നത് ഈ ട്രാൻസ്ലേഷനാണ്. അത് അത്രയും ആവശ്യമാണ്. ഞാൻ തുടർന്ന് ഒരു 5-6 വർഷം, കാരണം അശോകൻ ചെറിവിൽ സാറിന് അറിയാം, ട്രാൻസ്ലേറ്റേഴ്സ് ഞാൻ ഒരു തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു മലയാളിയായ ഒരു ട്രാൻസ്ലേറ്ററാണ്. എനിക്കിവിടെ ചോദിക്കാനുള്ളത്, ഇവിടെ കാണുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇംഗ്ലീഷിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരാണ്. ഞാൻ ഇവിടെ കാണുന്ന ആരെങ്കിലും ഒരാൾക്ക് ഒരു മലയാളവും തമിഴും അറിയണമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ തമിഴിൻ്റെ സാഹിത്യങ്ങളെ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൂടാ? ഞാനും അനിയത്തിയും എല്ലാ വേദികളിലും തമിഴ്നാട്ടിൽ നിന്ന് വന്ന എല്ലാ സാഹചര്യത്തിലും ഞങ്ങൾ ചോദിക്കുന്നത് അതാണ്. കേരള സാഹിത്യ അക്കാദമി ഉൾപ്പെടെ ആ പണി ഇന്നും കുറച്ച് കൂടുതലായിട്ട് കൊണ്ടുവരാമെന്നാണ്. എന്നുവെച്ചാൽ തമിഴ് കോണ്ടംപററി തമിഴ് റൈറ്റിംഗ് എങ്ങനെയുണ്ട് എന്നുള്ളത് കോണ്ടംപററി മലയാളി റീഡേഴ്സിന് എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം, ഞങ്ങളുടെ അഭിപ്രായം. കാരണം അപ്ഡേറ്റഡ് ആയിട്ടുള്ള തമിഴ് റൈറ്റിംഗ് ഇന്നും മലയാളി സമൂഹത്തിന് അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അവിടെ നിന്ന് കുറേ പേര് എഴുതി വരുന്ന എസ് രാമകൃഷ്ണൻ അവരൊക്കെ സാഹിത്യ അക്കാദമി അവാർഡ് വിന്നേഴ്സാണ്. അവരുടെ ഒന്നും പുസ്തകങ്ങളൊന്നും ഇവിടെ ഇറങ്ങിയിട്ടില്ല. ബട്ട് മുറിനാവും കഴിഞ്ഞ വർഷം വന്ന മുറിനാവിൻ്റെ വിവർത്തനം ഇപ്പോൾ തമിഴ്നാട്ടിൽ എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രസൻ്റ്ലി എന്താ ഇവിടെ നടക്കണമെന്നുള്ളത് തമിഴ് വ്യൂവേഴ്സ് നോക്കുന്നുണ്ട്, തമിഴ് റീഡേഴ്സ് നോക്കുന്നുണ്ട്. അത് ഒരു സഹോദരികളോട് ഞാൻ ചോദിക്കുന്ന ഒരു അഭ്യർത്ഥനയാണ്. എൻ്റെ ഈ ഒരു ആവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ പരസ്പരം 2 ലാംഗ്വേജിനും ഇന്നും കൂടുതൽ ലിറ്ററേച്ചർ വന്ന് എത്തുന്നുള്ള പ്രതീക്ഷയോട് നിർത്തി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാഫി ചെറുമാവലായി. ഞാൻ തമിഴിൽ നിന്ന് നേരിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന വ്യക്തിയാണ്. 25ഓളം പുസ്തകങ്ങൾ വിവർത്തനം ചെയ്ത് കഴിഞ്ഞു. 5 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ പുസ്തകങ്ങൾ അവർക്ക് വേണ്ടി തന്നെ ചെയ്തിട്ടുണ്ട്. പെരുമാൾ മുരുകൻ്റെ അർദ്ധനാരി സീരീസിലെ 2 പുസ്തകങ്ങൾ, അർദ്ധനാരി, ആലവാഴൻ, ഇതും ഞാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. വിവർത്തകരെയും വിവർത്തനത്തെയും 2ാം കിട സാഹിത്യവും സാഹിത്യകാരന്മാരായി കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ എഴുത്തിലേക്ക് കടന്നവനെന്നാണ് ഞാൻ. 85 കാലഘട്ടം മുതൽ സ്വന്തമായി തമിഴ് പഠിച്ച്, ഒരു ആധികാരികതയില്ല, സ്വന്തമായി തമിഴ് പഠിച്ച് കഥകൾ
വിവർത്തനം ചെയ്ത് വാരികൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് സാഹിത്യരംഗത്ത് കടന്നു വന്നവനാണ് ഞാൻ. വിവർത്തനത്തെയും വിവർത്തകരെയും രണ്ടാം തരക്കായി കാണുന്ന എന്തുകൊണ്ടെന്നാണ് മനസ്സിലായി. ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. വിവർത്തനമില്ലെങ്കിൽ ലോക സാഹിത്യത്തെയും ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തെയും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അതുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ലോക സാഹിത്യത്തെയും ഇന്ത്യൻ സാഹിത്യത്തെയും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, വായിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വിവർത്തനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വരുമ്പോൾ സാധാരണയായി മുന്നോട്ട് വെക്കുന്ന വിഷയമാണ് വിവർത്തനത്തിലെ വെല്ലുവിളികൾ എന്നത്. നമ്മൾ കാലകാലമായി കേട്ടുവരുന്ന ഒന്നാണത്. വിവർത്തനം കരുത്തുറ്റ ഒരു സർഗാത്മക മേഖലയായി ഇപ്പോൾ അംഗീകരിക്കപ്പെടുന്നുണ്ട്. ഒരു ഭാഷയിലെ കൃതി മാത്രമല്ല, ഒരു സംസ്കാരം കൂടിയാണ് നമ്മൾ വിവർത്തനത്തിലൂടെ നമ്മളെ ഭാഷയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടുത്തെ ആചാരം, ഭക്ഷണം, ഇവിടുത്തെ വസ്ത്രരീതി, ഇതൊക്കെയാണ് വിവർത്തനത്തോടെ നമ്മൾ മറ്റൊരു ഭാഷയിൽ നിന്ന് നമ്മുടെ ഭാഷയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ഭാഷയിൽ നിന്ന് മറ്റു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ലക്ഷ്യഭാഷ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രധാനമായും മൂലകൃതിയിലെ ഒരു വാക്കിന് തുല്യമായ അർത്ഥത്തിനപ്പുറം ആ വാക്കിലടങ്ങിയിരിക്കുന്ന സാംസ്കാരികമായ സത്തയും ആ സത്തയെ എങ്ങനെ പ്രകടിപ്പിക്കാം എന്നതുമാണ്. ഒരു വാചകഘടനയ്ക്ക് പോലും ഒരു പരിക്കും പറ്റാതെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് വിവർത്തനം. വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു മേഖലയാണ് വിവർത്തന മേഖല. ഒരു കൃതി മുന്നോട്ട് വെക്കുന്ന ആശയലോകത്തെ കഴിവിൻ്റെ പരമാവധി ഭംഗിയോടെ വിവർത്തനം ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. വിവർത്തനം എന്നത് വാചകങ്ങളെ അപ്പാടെ നമ്മുടെ ഭാഷയിലേക്ക് പകർത്തിവെക്കല്ല, അതൊരു സ്വതന്ത്ര ആവിഷ്കാരമാണ്. വിവർത്തന വേളയിൽ ഭാഷാപരമായ വെല്ലുവിളികൾ കാര്യമായി നേരിടേണ്ടി വരും. ഏതെങ്കിലും വൈകാരിക സവിശേഷ സന്ദർഭത്തെ അതേ ഭാവതീവ്രതയോടെ വിവർത്തനം ചെയ്യുക എന്നതാണ് കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത്. പലപ്പോഴും കൃത്യമായ ഒരു വാക്കിനും ഭാഷാന്തരത്തിനും വളരെ നാൾ ധ്യാനിച്ചിരിക്കേണ്ട അവസ്ഥ വരും. ഒരു ഭാഷയിൽ തന്നെ പ്രാദേശിക ഭാഷകൾ പലതായിട്ടുണ്ട്. തമിഴിൽ നിന്നെടുക്കാം. തമിഴിൽ കൊങ്കുനാട്ടിലെ ഭാഷയല്ല ചെന്നൈയിൽ സംസാരിക്കുന്നത്, ചെന്നൈയിലെ ഭാഷയല്ല മധുരയിൽ. അപ്പോൾ പ്രാദേശിക ഭാഷകൾ വിവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ ധാരാളം വെല്ലുവിളികൾ നേരിടുന്നു. നമ്മൾ കേട്ടിട്ടും വായിച്ചറിഞ്ഞിട്ടുമില്ലാത്ത ഭാഷയിലാണ് പ്രാദേശിക ഭാഷകളിലെ കൃതികൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിനെ ഒന്നുകിൽ ഗ്രന്ഥകാരനുമായി നേരിട്ട് സംസാരിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എഴുതേണ്ടി വരും, അല്ലെങ്കിൽ 3-4 തവണ വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി നമ്മളുടെ ഭാഷയിലേക്ക് നമ്മുടെ ആ കൃതിക്ക് ഒരു പൂർണ്ണമേൽക്കാതെ വാക്കുകൾ കണ്ടെത്തി നമ്മളത് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയുള്ള വെല്ലുവിളികളൊക്കെ മൂലമാണ് ഇപ്പോൾ വിവർത്തനത്തിലേക്ക് കൂടുതൽ പേരും കടന്നു വരാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ധാരാളം നിഘണ്ടുകൾ, ഡിക്ഷണറികളുണ്ട്. പക്ഷേ തമിഴിൽ കന്നഡത്തിൽ നിന്നോ അല്ലേ ബംഗാളിൽ നിന്നോ ഡിക്ഷണറികളുണ്ടോ എന്ന് എനിക്ക് പറയാനറിയില്ല. ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ഉണ്ട്. തമിഴ് ഇംഗ്ലീഷ് ഡിക്ഷണറി ഉണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 നിഘണ്ടുക്കൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. നമ്മുടെ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണോ ആ നിഘണ്ടുവിൽ ഉള്ളത് എന്ന് നമുക്ക് പറയാനാവത്തില്ല. ഏതാണ് കൃതിയിൽ ഉപയോഗിച്ച വാക്ക്, അതിൻ്റെ അർത്ഥം എന്താണ്, അതും ആ നിഘണ്ടുവിലെ വാക്കുമായിട്ട് ചിലപ്പോൾ സാമ്യം ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. അപ്പോഴൊക്കെ നമ്മൾ വളരെയേറെ വിഷമങ്ങൾ അനുഭവിച്ചു വരുന്നുണ്ട്. അടിസ്ഥാനപരമായി നമ്മൾ വിവർത്തനം ചെയ്യുന്നത് തന്നെ ഭാഷയിലെ സാംസ്കാരികമായ പരിസരത്തെ മറ്റൊരു ഭാഷയിലേക്ക് പറിച്ചുകൊണ്ടാണ്. പ്രാദേശികമായ ഗ്രാമീണ വാക്കുകൾ വിവർത്തനം ചെയ്യുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞത്. തമിഴിൽ ഞാൻ വായിച്ചൊരു കഥയിൽ തോപ്പിൽ മുഹമ്മദ് മീരാൻ്റെ ഒരു കഥയിൽ വരുന്ന ഒരു വാക്കാണ് തൂമ കുടിച്ച പായലയാണ്. നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഒരു ഭാഷയായിരുന്നത്. അത് മലയാളത്തിൽ എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എനിക്കറിയില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആർത്തവരക്തം കുടിച്ച ചെക്കാണ്. നമ്മളതെങ്ങനെയാണ് മലയാളത്തിലേക്ക് കൊണ്ടുവരിക? നമ്മളത് ഒരിക്കലും കേൾക്കാതെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ഭാഷയായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ ഒരു പോറലേൽക്കാത്ത ഞാനതിന് ചെയ്തത് കുരുത്തം കെട്ട ചെക്കായെന്ന് എഴുതി വെക്കുമായിരുന്നു. അതുകൊണ്ട് ആ കൃതിക്ക് ഒരു പോറലും ഏറ്റിട്ടില്ല, ആ പരിസരത്തിനും ഒരു പോറലും ഏറ്റിട്ടില്ല. അങ്ങനെയൊക്കെ പല വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. മറ്റൊരു ഭാഷയിൽ നിന്ന് നമ്മളെ ഭാഷയിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ സത്ത ചോർന്നു പോകാനുണ്ട്. ഉദാഹരണത്തിന് ബംഗാളിലെ സിംഗൂർ ഭാഷയിലെ കൃതിയാണെങ്കിൽ ആ ഭാഷ അറിയാതെ ചെയ്താൽ അതിൻ്റെ സത്ത ചോർന്നു പോകും.
അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനിരിക്കുന്നത് മലയാളത്തിലെ സംസാര ഭാഷ അതിന് ഉപയോഗിക്കുകയാണ്. അപ്പോഴും നമുക്ക് ചില പരിമിതികളൊക്കെ ഉണ്ടാകും. അതിലൊരു വൈരുദ്ധ്യം ഉള്ളെടുക്കാൻ സാധ്യതയുണ്ട്. സാംസ്കാരികത്തെ മലയാളത്തിൻ്റെ വകഭേദത്തിലൂടെ പറയുമ്പോൾ മുഴച്ചു നിൽക്കുന്നതായും കല്ലുകടിക്കുന്നതായും തോന്നിപ്പിക്കും. അതിൻ്റെ സാധാരണ മലയാളത്തിലൂടെ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. വിവർത്തകൻ്റെ വിജയം എന്ന് പറയുന്നത് അവൻ്റെ വെല്ലുവിളി മറികടക്കുന്നതാണ്. പറഞ്ഞു കേട്ടൊരു സംഭവമാണ് മാർക്കസിൻ്റെ ഏകാന്തത 100 വർഷങ്ങൾ. സ്പാനിഷിലെഴുതിയ ആ കൃതി ഗ്രിഗറി റബാസ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് മാർക്കസിന് കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കൃതിയേക്കാൾ മികച്ചു നിൽക്കുന്ന കൃതി ഈ വിവർത്തനം എന്നാണ്. അതുപോലെ അങ്ങനെ ഒരു അപവാദമായിട്ടുള്ള കൃതികൾ വരുന്നുണ്ട്. വിവർത്തനം ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മൂലകൃതി എന്ന് പറയുന്നത് ഒരു മേജർ ആർട്ടാണ്, വിവർത്തനം എന്ന് പറയുന്നത് മൈനർ ആർട്ട്. അത് മൈനർ ആർട്ടുമല്ല മേജർ ആർട്ടുമല്ല, അനന്യമായ ഒരു സർഗപ്രക്രിയയാണ്, അതൊരു കലയാണ്. വിവർത്തനം സാഹിത്യം മാത്രം അറിഞ്ഞാൽ പോരെന്നാണ് എനിക്ക് തോന്നുന്നത്. അവന് വ്യാകരണം കൂടി അറിഞ്ഞിരിക്കണം. 2 ഭാഷയിലും പ്രാവീണ്യം ഉണ്ടായിരിക്കണം. പ്രാവീണ്യമില്ലാതെയും ചെയ്യാം, വ്യാകരണം അറിയാതെയും ചെയ്യാം. പക്ഷേ കൃതിക്കൊരു പോറലും ഏൽക്കാതെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. വെല്ലുവിളികൾ ഏറെ ഉണ്ടെങ്കിലും ഈയിടെ അന്തരിച്ച വിവർത്തക എഡിയസ് ക്രോസ്മാൻ പറഞ്ഞതുപോലെ വിവർത്തനത്തിൽ ഒന്നും നഷ്ടപ്പെടുന്നില്ല. പുതിയ സാധ്യതകൾ കൊണ്ടുവരുന്ന വിവർത്തന കൃതികളിൽ നിന്ന് മനുഷ്യർക്ക് നേട്ടം മാത്രമേ ഉള്ളൂ. ഇത്രയ്ക്ക് എനിക്ക് എൻ്റെ നിരീക്ഷണത്തിലൂടെ പറയാൻ പറ്റുകയുള്ളൂ. എല്ലാവർക്കും നന്ദി. ജയശ്രീ മാഡം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടാവുന്നതുകൊണ്ട് എന്തായാലും സമയം അത്രയേ ഉള്ളൂ, സമയപരിമിതി ഉള്ളതുകൊണ്ട് പലതും നമുക്ക് വിയോജിക്കാം. നമ്മൾ പറഞ്ഞ പാനലിസ്റ്റുകൾ ഞാനെന്നെ പലതിനോട് വിയോജിക്കുന്നുണ്ട്. മൈനർ ആർട്ട് എന്ന് പറയുന്നത് ഇനി അതൊരു കാലഹരണപ്പെട്ട അവസരം അവസാനിപ്പിച്ചതുപോലെയുള്ള ഇതായിരിക്കണം. വിവർത്തനമില്ലെങ്കിൽ ഉംബർട്ടോ ഇക്കോ പറയുന്നുണ്ട് യൂറോപ്പിന്റെ ഭാഷ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷനാണ് എന്നുള്ളത്. അതുപോലെ നമ്മുടെ ഭാഷ എന്നുള്ളത് തീർച്ചയായും വിവർത്തനം തന്നെയാണ്. കാരണം വിവർത്തനം ഇല്ലെങ്കിൽ ഇത്രയും ബഹുസ്വരമായ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ പോലും പറ്റില്ല. നമ്മൾ തന്നെ ഡെയിലി ലെവലിൽ വിവർത്തനം ചെയ്യുന്ന ആൾക്കാരാണ്. ബൈലിംഗ്വലായി ലിമിനലായി നിൽക്കാൻ പറ്റുന്നത് കൊണ്ടാണ്, മറ്റു ഭാഷയുടെ ബൈലിംഗ്വലോ മൾട്ടിലിംഗ്വലോ ആയി നിൽക്കാൻ പറ്റുന്നത് കൊണ്ടാണ് നമുക്ക് പരകായ പ്രവേശനം ചെയ്ത് സാർ പറഞ്ഞതുപോലെ പരകായ പ്രവേശനം ചെയ്ത് നമുക്ക് ഒരു ടെക്സ്റ്റിൽ നിന്ന് ഒരു ടെക്സ്റ്റിലേക്ക് മാറാൻ പറ്റും. നമ്മളൊരു ടെക്സ്റ്റിൽ കുടുങ്ങി കിടക്കുന്നില്ല. അതാണ് വിവർത്തകരുടെ വലിയൊരു ഗുണം. എഴുത്തുകാരന് ആ ടെക്സ്റ്റോടുകൂടി ആ ടെക്സ്റ്റ് എഴുത്തുകാരന് ഒഴിയാബാധയാണ് പലപ്പോഴും. എപ്പോഴും അത് പുതിയ ഭാഷയിലേക്ക് പോയാലും എങ്ങനെ വന്നാലും എഴുത്തുകാരൻ അതിനോട് ബന്ധപ്പെട്ട് നമുക്കത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൊമോഷനൽ ഇംഗ്ലീഷിലൊക്കെ പ്രൊമോഷനും കൂടി തീരുന്നില്ല. കഴിഞ്ഞാലും പ്രൊമോഷനും അതും ഇതുമൊക്കെ വിവർത്തകർ തന്നെയാണ് പുസ്തകം പബ്ലിഷറുടെ അടുത്ത് എത്തിക്കുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്, സെയിൽസ് ഇതിൽ ക്യാമ്പയിനിൽ പങ്കാളിയാവുന്നത്. അങ്ങനെ പല രീതിയിലുള്ള എഡിറ്റോറിയൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വർക്ക്. ഇന്റിമേറ്റ് റീഡിംഗ് എന്ന് പറയുന്നത് വെറും ഇന്റിമേറ്റ് ആസ്വാദന റീഡിംഗ് അല്ല, ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് വായനയും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ പലതും നമുക്ക് വിയോജിക്കാം. നേരത്തെ സാറ് പറഞ്ഞതുപോലെ വോം എന്നുള്ളത് നമ്മൾ ഊഷ്മളം എന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഊഷ്മളത എന്നൊക്കെ ഉള്ള രീതിയിലാണ് വോം എംബ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കൾച്ചറിന് ഞാനതിനോട് യോജിക്കുന്നില്ല, ബഹുമാനപുരസ്സരം യോജിക്കുന്നത്. കാരണം വോമായി തന്നെ ഊഷ്മളമായി തന്നെ വരണം, അങ്ങനെയാണ് പറയുന്നത്. കാരണം നമ്മൾ അല്ലെങ്കിൽ അത് നമ്മുടെ ഭാഷയിലേക്ക് മാറ്റി എഴുതി നമ്മളുടെ കൾച്ചറിലേക്ക് അല്ലെങ്കിൽ ക്ലൈമറ്റിലേക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ അത് കുളിർമാന്നാവാൻ പറ്റില്ല. കാരണം അത് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാണ്. അത് ശരിയാണ്. അപ്പോൾ പലരും ഉണ്ടാവും, പദാനുപദം ചെയ്യാം അല്ലാതെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ആളുകൾ എന്താണ് ഇന്നത്തെ കാലത്ത് വിവർത്തകർക്കും വിവർത്തനത്തിനും എന്താണ് ഇത്ര പ്രാധാന്യം കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു വിസിബിലിറ്റി കിട്ടുന്നത് മുമ്പത്തെ ഉള്ളതിനേക്കാൾ ഉള്ളതൊന്ന് വിപണിയാണ്, ഒരു സംശയമില്ല. പിന്നെ അതല്ലാതെ ഉള്ളത് എന്നുള്ളത് ഒന്ന് നമ്മൾ പലരും എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള വിവർത്തകരിലെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ടെക്സ്റ്റിനോട് കഴിയുന്നത്ര നീതി പുലർത്തി എത്രത്തോളം ക്ലോസ് റീഡിങ് പദാനുപദാണെന്ന് ഞാൻ പറയില്ല. കാരണം അതല്ല സാഹിത്യ വിവർത്തനത്തിൻ്റെ രീതി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഒരു റീറൈറ്റിംഗ് ഉണ്ട്. റീറൈറ്റിങ്ങിൻ്റെ കൂടെ പക്ഷേ എത്രത്തോളം ടെക്സ്റ്റിനോട് ക്ലോസ് ആയി നിൽക്കും അത്രത്തോളം ടെക്സ്റ്റിനോട് ക്ലോസ് ആയി നിന്ന് അതിലെ രാഷ്ട്രീയം മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ പാനൽ പറഞ്ഞ എല്ലാവരും സംസാരിച്ചതിനോട് യോജിപ്പും ഉണ്ടാവും. ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ റെസ്പോൺസസിനും വേണ്ടി ഈ സെഷൻ തുറന്നു കൊടുക്കാൻ. സാറ് പിന്നെ യൂണിവേഴ്സിറ്റി ട്രാൻസ്ലേഷൻ പറഞ്ഞത്, അതായത് സ്റ്റോപ്പുകളില്ലാതെ റോമില്ലാതെ
അതുപോലെ മലയാളത്തിലെ KP നവകുമാറിൻ്റെ കഥ ഞാനൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് നോക്കി, അതും ഇതുപോലെയാണ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ആണ്. പുസ്തകത്തിൻ്റെ കോമയില് വളരെ ലെങ്തി ലേബൽ ടൈം സെൻറ്റൻസസ്. അങ്ങനെയുള്ള ഒരു ട്രാൻസ്ലേഷൻ, അങ്ങനെയുള്ള ഒരു പുസ്തകത്തിൽ മലയാളീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അത് ലിംഗ്വിസ്റ്റിക് പ്രശ്നമാണോ, സാംസ്കാരികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ? എന്താണ് സാറിൻ്റെ അഭിപ്രായം? അതിൽ ബോധധാരാ രീതി എന്ന് പറയുമ്പോഴേ ഒരു ചിന്ത കുറേ നേരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പരസ്പരം പൂരിതമായിട്ട് ചിന്തിക്കുകയാണ്. അതിനൊരു ഫുൾ സ്റ്റോപ്പ് വരുമ്പോൾ അത് ഒരിക്കലും ആ ചിന്തയ്ക്ക് ഒരു സ്റ്റോപ്പ് വരുന്നില്ല. അതിങ്ങനെ ഒരു വലിയൊരു ഒഴുക്കായിട്ട് ഊരം കുത്തി ഒഴുകുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ എഴുതുന്നത്. ഇപ്പോൾ വിലാസിനിയുടെ ഒരു കൃതി ഏതാ എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം ഒരു 1-2 ചാപ്റ്ററുകൾ അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പറ്റി പലരും പിന്നീട് അത് ഉപയോഗിച്ചിട്ടുണ്ട് ബോധധാരാ രീതി. ഇത് ജെയിംസ് ജോയ്സാണൊക്കെ തുടങ്ങി വെച്ചിട്ട് അങ്ങനെ ചില ആൾക്കാരൊക്കെ. ഈ കൾച്ചറുണ്ടല്ലോ, കൾച്ചറിനെ പരിഭാഷപ്പെടാതിരിക്കുക, കൾച്ചറിനെ പരിഭാഷപ്പെട്ടത് പ്രയാസമാണെന്ന് പറയും. മേഡം പറഞ്ഞ യോസയുടെ കൃതികളിലെ അശ്ലീല പദങ്ങൾ പവറിൻ്റെ വാക്കുകളാണെന്ന് പറയും. പവറിൻ്റെ അതുപോലെ തന്നെ ഒരുപാട് ഡയലക്ട്സും ഇഡിയലിക്സും ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഈ ഓരോ കൾച്ചറിൻ്റെയും ഇഡിയലിക്റ്റ് വളരെ വ്യത്യസ്തമായിരുന്നു, അല്ലെങ്കിൽ ഡയലക്ട്സ് വളരെ വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ കാലിഫോർണിയയിലെ ഡയലക്റ്റിക്കൽ ഇതായിരിക്കില്ല ഒരു പക്ഷേ ഫിലഡൽഫിയ. അപ്പോൾ അങ്ങനെയുള്ള ഈ അന്തരത്തിൽ ഈ ഇഡിയോലിക്റ്റിനെയും ഡയലക്റ്റിനെയും വേറെ എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ സമീപിക്കുന്നത്? അതിലൊരു ട്രാൻസ്ലേഷൻ അപ്പുറമുള്ള ഒരു മാനം അതിലുണ്ടോ കൾച്ചർ? കൃത്യമായിട്ട് പറയാൻ അറിയില്ല. എന്നാലും ഈ യോസയുടെ ഇത് പുസ്തകം ചെയ്യുമ്പോൾ, ഫിസുഡൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സത്യത്തിൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ നെയ്യാറ്റിൻകര വരെയുള്ള തെരുപ്പദങ്ങൾ കളക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പലതും എനിക്ക് തോന്നുന്നു മലയാളത്തിൽ വരുമ്പോൾ ആ ഒരു പവറുണ്ടോ അതിന്. കാരണം അധികാരത്തിൻ്റെ ശക്തിയല്ല, അതിന് കൂടുതൽ അത് ജെൻഡറിനെ അങ്ങനെ ഒരു അല്ലെങ്കിൽ അശ്ലീലമായിട്ട് ഉപയോഗിക്കുന്ന ആ തരത്തിലാണ് തോന്നിയത്. പക്ഷേ എനിവേ അങ്ങനെ അല്ലാത്ത ചില ശകാര പദങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ചെയ്തത്. ഇനി കൾച്ചറിൻ്റെ ഇത് പറയുമ്പോൾ എനിക്ക് വേറൊരു ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇപ്പോൾ OV വിജയൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം ഇംഗ്ലീഷിലേക്ക് ചെയ്തിട്ടുണ്ട്, ലെജൻഡ് ഓഫ് ഖസാക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുമ്പോൾ അതിൽ രാവുത്തരും ഈഴവരും ഉണ്ട്, കൃത്യമായിട്ടുമുണ്ട്. പക്ഷേ ഇത് ഗ്ലോബൽ ഓഡിയൻസിന് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ടാണ്, അവർക്ക് ആ കൾച്ചർ തിരിച്ചറിയില്ല എന്ന് ഉള്ളത് കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇതിൽ മുസ്ലിമും ഹിന്ദുവുമാണുള്ളത്. ചില സ്ഥലത്ത് അത് താഴ്ന്ന ജാതിയിലുള്ള എന്ന് വിതിൻ ബ്രാക്കറ്റ് അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അതേസമയം നമുക്ക് ആ ഇഴവൻ്റെ കൊച്ചു ഭാഷയാണ് അല്ലെങ്കിൽ രാവുത്തരുടെ ഭാഷയാണ് ഖസാക്കിൻ്റെ ഇതിഹാസത്തെ വായിക്കുമ്പോൾ നമുക്ക് അതിനോട് അടുപ്പിക്കുന്നതെങ്കിൽ ആ ഒരു എലമെൻറ്റ് അതിലേക്ക് വിവർത്തനം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അയ്യപ്പണിക്കർ സാറിൻ്റെ ഒരു കടുക്ക എന്ന് പറഞ്ഞ കവിത സാറ് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ടോൾനട്ട് എന്നാണ് കടുക്കയ്ക്ക് പറയുന്നത്. കടുക്കയുടെ പ്രത്യേകതകൾ എന്താണെന്ന് മലയാളികൾക്കറിയാം. പക്ഷെ ആ പറയുന്ന പ്രത്യേകതകളിൽ കയ്പല്ലാതെ വേറൊന്നും ഗവൺമെൻറ്റിനുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്കറിയില്ല അതിൻ്റെ ഉത്തരമായോന്ന്. നമ്മളിപ്പോൾ നമ്മൾ ഇവിടെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം ബുക്സൊക്കെ ഈ ഇന്ത്യൻ ഡയസ്പോറ മാത്രമേ വായിക്കുള്ളൂ. ഒരു കാര്യമില്ല. അത് മാത്രമല്ല, ഇപ്പോൾ അവിടുത്തെ പുസ്തകങ്ങൾ നമ്മളിപ്പോൾ ലവ് ക്യാപിറ്റലാണ് ഏറ്റവും കൂടുതൽ വിറ്റ് തരുന്നത് ശരിയായിരിക്കും ഉപയോഗിക്കുക. പിന്നെ മാഡം പറഞ്ഞാൽ ഫീസ്റ്റ് ഓഫ് ഗോഡ്, അതൊക്കെ എത്ര 100 years ഓൾറെഡി ഇഷ്ടംമാതിരി വിൽക്കപ്പെട്ടു. പക്ഷേ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ മാഡം ഡൽഹി സോളിലൊക്കെ ശരിക്കും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബുക്ക്. അതൊന്നും അതൊക്കെ എത്രത്തോളം പേര് നോൺ ഇന്ത്യൻസ് നമ്മൾ അവരിവിടെയുള്ള ആക്സെപ്റ്റിവിറ്റി പോലെ നമ്മൾ അവിടുത്തെ ആക്സെപ്റ്റിവിറ്റി ഉണ്ടോ? ദാറ്റ് ഷോസ് ദാറ്റ് ഇപ്പോൾ ഗീതാചരിശ്രീയുടെ ഒരു ഓർഡിനറി ബുക്ക്, കോൺഫിഡൻസ് ഓർഡിനറി, അതിൻ്റെ ബുക്കിൽ കിട്ടുമെങ്കിൽ എന്നൊരു ഡൽഹി സോളിലൊക്കെ ഒബുസ്റ്റാഷനോ കിട്ടില്ല. അതൊരു ലോബിങ്ങിൻ്റെ പ്രശ്നമുണ്ടോ അതോ വാട്ട് ഇസ് ഹാപ്പനിങ് ആക്ച്വലി? അത് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ആ ഒരു എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് വായിക്കപ്പോൾ എൻ്റെ ലോകത്തിൻ്റെ ഫ്രണ്ട്സ് അമേരിക്കയിൽ അവർ കേട്ടിട്ട് പോലുമില്ല, ഈ മലയാളികളാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരി, ഇപ്പോൾ ഗീതാചരിശ്രീക്കോ അല്ലെങ്കിൽ അവനി ദേശായി അവർക്ക് രണ്ടുപേരും കിട്ടിയ ഒരു ആക്സെപ്റ്റബിലിറ്റി
ഈ ബുക്ക് പ്രൈസ് അത് കിട്ടിയ ആക്സിഡൻറ്റ് എന്നത് കിട്ടിയില്ലായിരുന്നു. ലോബിങ്ങിൻ്റെ പ്രോബ്ലം. അതൊരു ആഗോള പൊളിറ്റീഷ്യൻ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ട്രാൻസ്ലേഷണൽ ഡിസ്കോഴ്സിൻ്റെ കൂടി ഭാഗമാണ്. ആരാണ് തീരുമാനിക്കുന്നത് ഏത് ഭാഷയിൽ നിന്ന് എവിടെ ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്, എവിടെയാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ ലോകത്തിലെ എത്രയോ മൈനർ ഭാഷകളിൽ ഒന്നായി നമ്മളെ കണക്കാക്കുള്ളൂ. തീർച്ചയായും ഇതുവരെ നമുക്ക് നമ്മളെ മലയാള ഭാഷ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും കേൾക്കുന്ന ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ചോദ്യമാണ് മലയാളം ട്രാൻസ്ലേഷൻ്റെ ആഗോള കാലം അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ എൻട്രൻസിൻ്റെ കാലം, പ്രസൻസിൻ്റെ കാലമായോന്നുള്ളത്. അതൊന്നും ആയിട്ടില്ല. സത്യത്തിൽ ആഷർ ചെയ്തതുകൊണ്ട് എഡിൻബറ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളുടെ ഭാഗമായോ ബഷീർ വന്നിട്ടുണ്ടാവും, ബഷീറിൻ്റെ ട്രാൻസ്ലേഷൻസ് വന്നിട്ടുണ്ടാവും. പക്ഷേ പൊതു വായനക്കാരുടെ ഇടയിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നെ ആകെ 4 പുസ്തകം, ഞാൻ തന്നെ ഇപ്പോൾ അറിയുന്നത് ജയശ്രീ പറഞ്ഞു, ജയശ്രീ കളത്തിലൂടെ ഈ അടുത്തൊരു സംവാദം ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ. അപ്പോൾ അതിൽ ജയശ്രീ പറയുന്നത് 4 പുസ്തകം, ഞാൻ അറിഞ്ഞത് അപ്പാണ്. ഞാൻ ചെയ്ത പ്രൊഫസ്റ്റ് മാൻ എന്നുള്ള പുസ്തകം ആദ്യം വന്നിരുന്നു അത്രേ, US പ്രസിദ്ധീകരിച്ചിട്ട്. പക്ഷേ US പ്രസിദ്ധീകരിച്ച് ആരും അറിയില്ല, അതിൻ്റെ പ്രൊമോഷനോ. ഇവിടെ അത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒരു പുസ്തകം വരികയാണെങ്കിൽ ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരികയാണെങ്കിൽ, കാരണം വിപണിയാണല്ലോ. അല്ലാതെ പിന്നെ ട്രാൻസ്ലേഷൻ എനിക്ക് ഒന്ന് പബ്ലിഷേഴ്സ് ലക്ഷ്യം വെക്കുന്നതും പ്രൈസസിനൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പം നിലവിൽ ട്രാൻസ്ലേഷനിൻ്റെ വായനക്കാർ ആഗോള ഡയസ്പോറയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡയസ്പോറ വായിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പുസ്തകശാലകളിൽ നമ്മുടെ പുസ്തകങ്ങൾ വരണമെങ്കിൽ തീർച്ചയായും അവിടെ പബ്ലിഷ് ചെയ്യണം. അപ്പോൾ അവിടെ പബ്ലിഷ് ചെയ്തത് 4 പുസ്തകങ്ങൾ മാത്രമേ ഈ 2010 മുതൽ വന്നിട്ടുള്ളൂ. സത്യം പറയാന്ന് വെച്ചാൽ അത് ജയശ്രീ കളത്തിൻ്റെ 2 പുസ്തകം, പിന്നെ ഈ പ്രൊഫസർ മാൻ, പിന്നെ ഒരു പുസ്തകം കൂടി അതൊന്നുകൂടി വന്നിട്ടുണ്ട്. അങ്ങനെ പുറത്ത് പബ്ലിഷ് ചെയ്ത് വന്നിട്ടില്ല. പുറത്തുള്ള പബ്ലിഷേഴ്സ് വന്ന് എടുക്കുകയാണെങ്കിൽ മാത്രമേ, കാരണം പബ്ലിഷിംഗ് ലോസ് ഉണ്ടല്ലോ, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടല്ലോ. ഇപ്പോൾ സൗത്ത് ഏഷ്യൻ വോളിയം ഉള്ളത് തീർച്ചയായിട്ടും US UK ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ ഇൻസുലറാണ്, മോണോകൾച്ചറലായിട്ടുള്ള ഒരു ഇൻസുലറാണ്. UK ട്രാൻസ്ലേഷൻ വായനയൊന്നും കുറേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നന്നായി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ ഭാഷകൾ തീർച്ചയായും യൂറോപ്പാണ് നമുക്കൊരു നല്ലൊരു വിപണിപരമായി നമ്മൾ ചിന്തിക്കുകയാണ്. വായനാ വിപണിക്ക് ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായും യൂറോപ്പായിരിക്കും. കാരണം യൂറോപ്പിൽ ഓൾറെഡി പലയിടത്തും 50%ഓളം സാച്ചുറേഷൻ, പുസ്തകം വിറ്റുപോകുന്ന പുസ്തകങ്ങൾ 50%-എങ്കിലും ട്രാൻസ്ലേഷൻസ്. പക്ഷേ യൂറോപ്പിനുള്ളിലുണ്ട്. പിന്നെ ഉണ്ട് ജാപ്പനീസ്, അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. ലോബിങ് ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മളുണ്ട് ഇതുപോലെ അറിയുന്നുണ്ടാവില്ല സാർ, അതാണ് സത്യം. നമ്മൾ പിന്നെ നമ്മളുടെ വിവർത്തന ട്രഡീഷൻ ഉണ്ടായിരുന്നത് കൊണ്ട്, നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം ആയതുകൊണ്ട് നമ്മൾ വിവർത്തനങ്ങൾ നമ്മൾ സ്വീകരിച്ച് തനതാക്കിയിരുന്നു. വിവർത്തനം എന്ന് പറയുന്നത് ഇപ്പം നേരിട്ടല്ലല്ലോ, ഒരു ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് വിവർത്തനം, അതായത് ഭാഷയിൽ മറ്റൊരു ഭാഷയിൽ കടന്നുപോയി വിവർത്തനം വരുമ്പോൾ ആ വിവർത്തനത്തിന് ഒരു നേരിട്ടുള്ള അനുഭവം ഉണ്ടാവാതെ അതിൻ്റെ ചൂടും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നില്ല. പിന്നെ രണ്ടാമത് ഇവിടെ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അത് ഇതുവരെ ചൂണ്ടിക്കാണിച്ചില്ല. സാങ്കേതിക വിദ്യ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഷയിൽ നേരിട്ട് തന്നെ വിവർത്തനം വരുന്ന പ്രസാധകർക്ക് ഈ വിവർത്തകരുടെ സഹായമില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന അവസ്ഥയുണ്ടല്ലോ. അത് നിങ്ങൾ എങ്ങനെയാണ് മറികടക്കാൻ പോകുന്നത്? വിവർത്തനത്തിന്റെ ചൂര് പോകുന്നില്ലേ മലയാളത്തിലേക്ക് വരുന്ന പുസ്തകങ്ങൾ? അതെനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളൂ. പലപ്പോഴും ഈ ആകുലതകൾ നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് പോകുമ്പോഴാണ്. തമിഴിൽ ചൂര് പോയില്ലേ, അല്ലെങ്കിൽ ഇതിന്റെ രക്തം നഷ്ടപ്പെട്ടില്ലേ, മാംസം നഷ്ടപ്പെട്ടില്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷെ തിരിച്ച് മലയാളത്തിലേക്ക് വരുന്ന പുസ്തകങ്ങളെ എത്രത്തോളം നീതി പുലർത്തിക്കൊണ്ടാണ്, സോഴ്സ് ടെക്സ്റ്റിനോട് നീതി പുലർത്തിക്കൊണ്ടാണെന്ന് നമ്മൾ അന്വേഷിക്കുന്നേ ഇല്ല. നമ്മളൊരു താരതമ്യം, പ്രത്യേകിച്ച് വിവർത്തനത്തിൽ താരതമ്യ പഠനങ്ങൾ നമ്മൾ നടത്തുന്നേ ഇല്ല. അങ്ങനെയുള്ള ഒരു മെറ്റാ കമന്ററി ഒന്നും നമ്മൾ നടത്തുന്നില്ല. ആ ചോദ്യം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. മറ്റു ചോദ്യം, അതായത് ഇംഗ്ലീഷിൽ എഴുതുന്ന ട്രാൻസ്ലേറ്റേഴ്സ്ക്കാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് പല ലാംഗ്വേജ് ആയിരിക്കും, അത് ഫ്രാൻസ് ആയിരിക്കും, പാരീസ് ആയിരിക്കും, അങ്ങനെ അത് ഇംഗ്ലീഷിൽ വന്ന് മലയാളത്തിലേക്ക് വരുമ്പോഴോ എൻ്റെ തമിഴിലേക്ക് വരുമ്പോഴോ. പക്ഷേ മലയാളം ടു തെലുങ്ക് അറിയാവുന്ന തെലുങ്കും മലയാളം അറിയാവുന്ന ഒരു ട്രാൻസ്ലേറ്റർ ഡയറക്റ്റായിട്ട് തെലുങ്കിൽ നിന്ന് എടുക്കാൻ പറ്റും, അത് കുഴപ്പം വരില്ല. ഇംഗ്ലീഷിൽ നിന്ന് വരുമ്പോൾ അത് നിങ്ങൾ പറയുന്ന ഫ്രാൻസിൽ നിന്നാണോ അല്ലത് പോർച്ചുഗലിൽ നിന്നാണോ, അപ്പോൾ ആ ലാംഗ്വേജിൻ്റെ അത് ഇംഗ്ലീഷിൽ നിന്ന് തന്നെ വരണം. അതൊരു കുറ്റമായിട്ട് അല്ലെങ്കിൽ കുറവായിട്ട് കരുതേണ്ട ആവശ്യമില്ല. അതുമല്ല, നമ്മൾ പറയും പോലെ ഞങ്ങൾ മാക്സിമം നീതി പുലർത്തിക്കൊണ്ടാണ് ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ലാർജ് ലാംഗ്വേജ് ലേണിംഗ് മോഡലിന്റെ കാലത്ത് പോലും ഇപ്പോഴും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ചാറ്റ് ജി പി ടി കുറച്ചും കൂടി ബെറ്റർ ആണെന്ന്. പക്ഷെ ആർക്കാണ് ചാറ്റ് ജി പി ടി ബെറ്റർ? കുറേയും കൂടി ഹെജിമോണിക് ആയിട്ടുള്ള പൊസിഷനിലുള്ള കുറേയും കൂടി ലോകത്തുള്ള പലരും സംസാരിക്കുന്ന ഭാഷയിൽ, ഇപ്പോൾ ഫ്രഞ്ചിനൊക്കെ പറഞ്ഞതുപോലെ ഇംഗ്ലീഷിൽ പറഞ്ഞതുപോലെ ട്രാൻസ്ലേഷന് കുഴപ്പമില്ല. പക്ഷെ നമ്മളെപ്പോലെ മൈനർ ലാംഗ്വേജസിൽ ഇപ്പോൾ നിങ്ങളൊന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ട് നോക്കിയാൽ മതി. ഒരു നോൺ ഫിക്ഷൻ ഇട്ടാൽ പോലും നമ്മളുടെ ഇന്റർവെൻഷൻ വേണം. ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഏതായാലും വിവർത്തകർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്തായാലും നമ്മളടുത്ത് ഇപ്പം എത്തൂല. ഈ സെഷനിൽ പങ്കെടുത്ത വ്യത്യസ്ത കോണുകളിൽ നിന്ന് സംസാരിച്ച വളരെ പ്രഗത്ഭരായ പല ഭാഷകളിൽ നിന്നും പല ജാനേഴ്സിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്ത എൻ്റെ സഹ പാനലിസ്റ്റുകൾക്ക് പ്രത്യേകം നന്ദി. സമയം കിട്ടാഞ്ഞതിന് എല്ലാവരോടും ആദ്യമേ തന്നെ ഒന്നുകൂടി ക്ഷമ ചോദിക്കുന്നു. ഇതിൽ വിവർത്തനത്തിന് ആളുകൾ കുറവായിരുന്നു എന്ന് ടീച്ചർ സങ്കടം പറഞ്ഞു. പക്ഷെ ആളുകൾ എത്ര കുറഞ്ഞാലും സാരിയില്ല, വിവർത്തനം ആ മുന്നോട്ടേക്കുള്ള പാതയിൽ തന്നെ തുടർന്നോളൂ. ഇനിയൊരു കാലം വരുമ്പോൾ ഇതിലും ആളുണ്ടാവും എന്നുള്ളത് നമുക്ക് ഒരു സംശയമില്ല. അപ്പം അതുകൊണ്ട് ഇരുന്ന് പരിമിതരായ ആൾക്കാരാണെങ്കിലും ഓഡിയൻസ് ആണെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ച് എൻഗേജ് ചെയ്ത എല്ലാ ഓഡിയൻസിലും എല്ലാവർക്കും നന്ദി. ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന സാഹിത്യ അക്കാദമിക്ക് ഭാരവാഹികൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.